السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة الأنعام 102. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ. وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇൽമിന്റെ ഖുർആനിന്റെ ഈ മജ്ലിസിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ നമ്മൾ ഇരിക്കുന്നത് നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മെയും നമ്മുടെ സഹോദരിമാര് വളരെ കഷ്ടപ്പെട്ട് ഇതിലേക്ക് വന്നവർ അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരട്ടെ. പരിശുദ്ധമായ റമദാനിൽ റഹ്മത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. നരകമോചനവും സ്വർഗപ്രവേശവും ഉറപ്പാക്കപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമദാനിൽ, ഖുർആന്റെ മാസമായ റമദാനിൽ ഒരാഴ്ച പിന്നിട്ടു. വലിയ ഒരു നിഅമത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടി. ഇന്ന് നമ്മൾ സൂറത്തുൽ അൻആമിലെ 102 മുതൽ 105 വരെയുള്ള 4 ആയത്താണ്. അതിൽ 103-ാമത്തെ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്ത്, നമ്മൾ സാധാരണ പറയുള്ള തുല്യത ഇല്ലാത്തത് എന്നൊക്കെ പറയും പോലെ വലിയ മഹത്വമുള്ള ഒരുപാട് തഫ്സീറുകളുള്ള വളരെ സുപ്രധാനമായ ഒരു വചനാണ് 103-ാമത്തെ നമ്മൾ ഓതിവെച്ച ആയത്ത്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ അടങ്ങിയ വിഷയങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാൻ നമ്മൾ കുറെ പകർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. ذلكم الله ربكم. അവനാണ് നിങ്ങളുടെ റബ്ബായ നാഥനായ അല്ലാഹു. അല്ലാഹുവിനെ പറ്റി നമ്മളെ പരിചയപ്പെടുത്താം. ലാ ഇലാഹ ഇല്ലാഹു. അവനല്ലാതെ വേറെ ഒരു ആരാധ്യൻ ഇല്ല. ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദൂഹ്.
സർവ വസ്തുക്കളുടെയും സൃഷ്ടാവാണവൻ. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അവൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുന്നവനത്രേ. യഥാർത്ഥ വക്കീല് അവനാണ്. നമ്മൾ സാധാരണ വക്കീൽ എന്ന് പറയല്ല, നമ്മളെ കാര്യം ഏൽപ്പിക്കാനുള്ള ശരിക്ക് വാദിക്കാനും പറ്റും. ആ വാക്ക് തന്നെ വന്നത് അറബിന്നാണ്. വക്കീല് വക്കീൽ എന്നുള്ള അത് തിരിഞ്ഞ് വല്ലാതെ നമ്മൾ പറഞ്ഞാൽ അതും വിവാദമാവും. അപ്പോൾ മാറ്റണം എന്നുള്ള ഇത് വരും. പിന്നെ അങ്ങനെ കുറെ അറബി വാക്കുകളുണ്ട് അതിൽപ്പെട്ടാണ്. അപ്പോൾ അല്ലാഹു തആല പറയാണ് വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. സർവകാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നവൻ അവനത്രേ. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത്. ഇവിടെ ഇപ്പോൾ അല്ലാഹു തആല പറയാണ് നിങ്ങളുടെ റബ്ബായ അല്ലാഹു അവനാണ് നിങ്ങളുടെ റബ്ബായ അല്ലാഹു. നമ്മൾ സാധാരണ അള്ളാഹു എന്ന് പറയും പോലെ നമ്മൾ പറയുന്നതാണ് റബ്ബ്. റബ്ബുൽ കഅബ എന്ന് പറയില്ല, കഅബയുടെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഒരു വസ്തുവിനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് അതിനെ അല്പാൽപമായി ഘട്ടം ഘട്ടമായി വളർത്തിയെടുക്കുന്നവനാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുന്നത് മനുഷ്യന്റെ ശരീരം തന്നെ. ഒരു കുട്ടിയുടെ ജനനം, ആ ജനനം മുതൽ മെല്ലെ മെല്ലെ ആ കുട്ടി വളർന്നു വരുന്ന രീതി, അങ്ങനെ ഓരോന്നിനും ഒരു ചെടിയാണെങ്കിൽ അത് വളർന്നു വരുന്ന രീതി, ആദ്യം വളരെ ദുർബലമാകുന്ന അവസ്ഥ, പിന്നീട് അത് നമ്മള് സ്വഹാബത്തിന്റെ അവസ്ഥ പറഞ്ഞെടുത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, പിന്നെ അവര് ഒരു കൃഷി പോലെയായിരുന്നു. അഖ്റജ ശത്വഅഹു ഫആസറഹു ഫസ്തഗ്ലല ഫസ്തവ അലാ സൂഖിഹി യുഅജിബു സുറാർ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് ഒരു ചെറിയ കൃഷി വളർന്നു വരികയാണെങ്കിൽ ആദ്യം അത് വളരെ ദുർബലായിരിക്കും. ആ വിത്തുനിന്ന് ഇങ്ങനെ ലോലമായ രൂപത്തിൽ സൂചിമുള എന്ന് പറയും, അതിങ്ങനെ പുറത്തേക്ക് വന്ന് പിന്നെ അതിങ്ങനെ വളർന്നു വന്ന് പിന്നെ തണ്ടിന് എനിക്ക് കനം കൂടി. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ അറിയാതെ ചവിട്ടിയാൽ അരഞ്ഞു പോവും, ചെറിയ കുട്ടികൾക്ക് വരെ പറിച്ചെടുക്കാൻ കഴിയും. അതാണ് പിന്നീട് അതിന്റെ തണ്ടിന് ഉറപ്പ് വന്ന് പിന്നെ കാറ്റും ഇതൊക്കെ വന്നാലും ഒന്ന് ആടി വലയാന്നല്ലാതെ പ്രശ്നം വരൂല. ഇതുപോലെയാണ് സ്വഹാബത്തിന് അല്ലാഹു തആല തൗറാത്തിൽ ഉപമ പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആനിലെ ഫത്ഹ് സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്. അപ്പോ ഇവിടെ പോയി പറയാൻ കാരണം അതാണ് റബ്ബിന്റെ ഒരു മഹത്വം പറയാണ് എന്നതുപോലെ. സ്വഹാബത്തിന് അങ്ങനെ ഉദാഹരണം പറയാൻ കാരണം എന്താ അറിയോ, സ്വഹാബത്ത് ആദ്യം ഇങ്ങനെ ഒറ്റയും തെറ്റിയായിട്ടാണ് വന്നത്. ആദ്യം നല്ല ഇടങ്ങാറായിരുന്നു. വന്നവർക്കൊക്കെ ഒരുപാട് ആൾക്കാരെ ശത്രുക്കൾ വധിച്ചു, ഭയങ്കര ആക്രമണങ്ങൾ നേരിട്ടു. പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ ശക്തി പ്രാപിച്ചു. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്ന സങ്കടം ഒക്കെ പാടെ മാറി വന്നൊരു രംഗമുണ്ട്. വഫാത്തിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദാ ജാ നസ്റുല്ലാഹി സൂറത്തിറങ്ങിയത്. ആ സൂറത്തിനിറങ്ങിയപ്പോ ആദ്യം തന്നെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസേനും. പിന്നെ റബ്ബിന്റെ സഹായം കിട്ടി, വിജയം കിട്ടി, ആൾക്കാർ ഒന്നായിട്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. അപ്പൊ അല്ലാഹു തആല പറയാണ് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും എത്തിക്കഴിഞ്ഞതിനാൽ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് താങ്കൾ കാണുകയും ചെയ്താൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ, നബിയെ അങ്ങ് തസ്ബീഹ് ചൊല്ലണം, തഹ്മീദ് ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, 3 കാര്യങ്ങൾ പകരം ചെയ്യണം എന്നാണ്. ഇതറിങ്ങിയപ്പോൾ സ്വഹാബത്തിനൊക്കെ ഭയങ്കര സന്തോഷം. ഇത് പറയേണ്ടപ്പോൾ അള്ളാന്റെ സഹായം കിട്ടിയതും വിജയം കിട്ടിയതും ജനങ്ങൾ ഒന്നായിട്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. അതായത് പൂർത്തിയായിരിക്കുന്ന സംഗതിയും. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, എല്ലാവരും സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എന്താ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായത്തില് ഈ സൂറത്ത് ഒരു യാത്രയപ്പ് സൂറത്താണ്. കാരണം ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ താഴോട്ടേ കയറും. അപ്പൊ മുത്തുനബിയുടെ വഫാത്ത് ഞാൻ ഇതിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇവര് സഹാബിമാര് നബിയോട് ചെന്ന് ചോദിച്ചു, നബി തങ്ങൾ ശരിയാണ്. അതുകൊണ്ടാണ് ആ സൂറത്തിന് എന്ത് പേര് വന്നത്? തൗദിയ, സൂറത്ത് തൗദിയ.
സൂറത്തു നസ്ർ, സൂറത്തു ഇദാ ജാഅ എന്നൊക്കെ പറയും പോലെ സൂറത്തു തൗദി. തൗദി എന്ന യാത്രയപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമാവിനെ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞു. മുളഞ്ഞ് ഞാൻ അധിക ദിവസം ഉണ്ടാവില്ല കേട്ടോ. അതിലാണ് കരഞ്ഞു, ഭയങ്കര ഒച്ചയും വിളിയായി. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചതിൻ്റെ ശേഷം 2 തവണ നബി തങ്ങൾ അത് ഫാത്തിമാവിയോട് പറഞ്ഞിട്ട്, മോളെ ഞാൻ മരിച്ചാൽ പിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പിന്നെ മരിക്കുന്ന ആദ്യമായിരിക്കും. അത് വഫാത്തിൻ്റെ ആ ടൈമിലും പറഞ്ഞു, 80 ദിവസം മുമ്പും പറഞ്ഞു. അതിൽ ഫാത്തിമാവി കരച്ചിൽ നിർത്തി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നോക്കണങ്ങൾ, ഇന്ന് വാപ്പ മോളെ ഇസ്ലാമിക രീതിയിൽ നടക്കണം എന്ന് പറഞ്ഞാൽ ഓള് പോവുകയാണ് ഇറങ്ങിയിട്ട്. ആലോചിക്കണം. അവിടെ നോക്കി, ഇനി മോളെ എൻ്റെ ശേഷം ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയാണെന്ന് പറയുമ്പോൾ കരച്ചിൽ നിർത്തുകയാണ്. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചും ചെയ്തു. നബിയുടെ വഫാത്തിൻ്റെ 6 മാസേ ഫാത്തിമാവി ജീവിച്ചിട്ടുള്ളൂ. ആദ്യം കുടുംബത്തിൽ നിന്ന് വഫാത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് കേട്ടപ്പോൾ കരഞ്ഞു. കാരണം എന്താ വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ഇത് വഫാത്ത് മണക്കുന്നുണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞത്, വാസനിക്കുന്നുണ്ട്. അവർക്കൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതെന്താ പറഞ്ഞ വെച്ചാൽ, ആദ്യം ചെറിയ ചെടി ഇതുപോലെ സഹാബത്ത് വളർന്നു, കുറേ പ്രയാസങ്ങൾ. പിന്നെ അവരാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ വളർന്നു വന്നു. റബ്ബിന്റെ ഒരു മഹത്വം പറ എന്നതുപോലെ എല്ലാം അല്ലാഹു തആല, അതാണ് റബ്ബ് എന്ന് പറയുന്നത്. അവൻ ശരിക്കും സംരക്ഷകനാണ്, പരിപാലകനാണ്, വളർത്തിയെടുക്കുന്നവനാണ്. അതാണ് അല്ലാഹു പറയുന്നത്, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവരാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹില്ല, അവനല്ലാതെ വേറെ ഇലാഹില്ല. ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ പറയണം. ആയത്തിൽ കുറിച്ച് നിങ്ങൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ-ഹയ്യുൽ ഖയ്യൂം ഇല തന്നെ പറയണ്ടല്ലോ. നമ്മൾ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ഓതുമ്പോൾ ആവർത്തിച്ച് നമ്മൾ ഈമാൻ ഉറപ്പിക്കാനാണ്. ഫർദ് നിസ്കാരത്തിൻ്റെ ശേഷം സുന്നത്തുള്ളൂ. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം അത് സുന്നത്താണ്. രാത്രി കിടക്കുമ്പോൾ സുന്നത്തുണ്ട്, ബാങ്കിന്റെ ഇഖാമത്തിന്റെ അടിയിലും സുന്നത്തുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാൽ, ബാങ്കിന്റെ ഇഖാമത്തിന്റെ അടിയിൽ ഒരാൾ ചൊല്ലിയാൽ ഇന്നമൻ ഖറഅ ദാലിക ബൈനൽ അദാനി വൽ ഇഖാമ ലം യുക്തബ് അലൈഹിമാ ബൈനസ് സ്വലാത്തൈൻ എന്നാണ് തങ്ങൾ പറഞ്ഞത്. ബാങ്കിന്റെ ഇഖാമത്തിന്റെ അടിയിൽ ഒരാൾ ഒരു ആയത്തിൽ കുറിച്ച് ഓതിട്ടാൽ 2 നിസ്കാരങ്ങൾക്കിടയിൽ അവന്റെ അടുത്തുനിന്ന് വരുന്ന ചെറിയ പാകപ്പഴവുകൾ അവന്റെ കർമ്മരേഖയിൽ എഴുതപ്പെടൂലാണ്. വലിയ കിട്ടലല്ലേ? നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുന്നത് അതെന്തേയില്ല, എഴുതൂല, മലക്കൾ ഒഴിവാക്കി. അങ്ങനെ ഒരു സ്വാധീനം കിട്ടാൻ കാരണം നബി തങ്ങൾ പറയുന്നത്, ബാങ്കിന്റെ ഇഖാമത്തിന്റെ അടിയിൽ ഒരു ആയത് തീരെ പണിയില്ലാത്തൊരു കാര്യമാണ്. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ സാധാരണ 20 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം ആ ചെല്ലാളെ ചൊല്ലി കഴിഞ്ഞ ഒരായത്തിൽ കുറിച്ച് കഴിയണം ഓതിട്ടാല് വലിയ കിട്ടലാണ്. നമ്മളറിയാതെ പിന്നെ നമുക്ക് വലിയ നേട്ടല്ലേ. അങ്ങനെ എല്ലാ ബാങ്കിലും ആയാൽ ചെറുദോഷങ്ങൾ പോകാൻ പിന്നെ വേറെ വലിയ പണിയുണ്ടാവും. വൻദോഷങ്ങൾക്ക് തൗബ എന്തായാലും വേണം. അപ്പൊ അത് വലിയ നേട്ടമാണ്. അത് ഞാൻ അതിന്റെ അടിയിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുമ്പോഴേ ഇതിലൊക്കെ വരുന്നത് ഇപ്പൊ തന്നെ. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു, ഖാലിഖു കുല്ലി ശൈ, സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണവൻ. എല്ലാം സൃഷ്ടിച്ചു, അവനാണ് അത് പരിപാലിക്കുന്നത്. അതുകൊണ്ട് ഫഅ്ബുദൂ, അവനെ മാത്രം ആരാധിക്കണം. അതൊരു ന്യായമുള്ള, അല്ലാതെ അള്ള സൃഷ്ടിച്ച സൃഷ്ടികളാണ് നമ്മൾ മനുഷ്യന്മാര്. നമ്മളെപ്പോലെ അള്ള സൃഷ്ടിച്ച വേറെ ചില വസ്തുക്കള്, അതിന് നമ്മളത്രയും കഴിവില്ല, ഉണ്ടാൻ കഴിയാത്ത, ഒന്നിനും കഴിയാത്ത. പിന്നെ അവകളെ നമ്മൾ തന്നെ ചില രൂപകൽപ്പനയൊക്കെ നടത്തിയിട്ട് എന്നിട്ട് പിന്നെ സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികളിൽപ്പെട്ട ചിലർക്ക് നമ്മൾ ആരാധിക്കാന്ന് പറഞ്ഞാൽ ഒട്ടും യോജിക്കുന്നില്ല. നീ ശേഷം വരുന്നുണ്ട്, നീ അല്ലാതെ ചിലരൊക്കെ ഇങ്ങനെ പിന്നെ മറ്റുള്ളവരൊക്കെ ആരാധിക്കുന്നുണ്ടാവും. നിങ്ങളോലെ കളിയാക്കാനോ ചീത്തറിയാനോ പോണ്ടാന്ന് ഇസ്ലാമിന്റെ ആ നന്മ ഈ ആയത്തിൽ തന്നെ പറയുന്നു. അത് ഇതിന്റെ തൊട്ട് ശേഷം പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, അള്ളയാണ് റബ്ബ്. അതല്ല കുല്ലാഉദു റബ്ബിൽ ഫലക്കിലൊക്കെ നാസിലും പറയുന്നതല്ല അല്ലേ? റബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞു, കുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന് അള്ളാഹ് പറഞ്ഞു. കുൽ അഊദു ബി റബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. അവിടെ റബ്ബ് കഴിഞ്ഞിട്ട് മലിക്കും പറഞ്ഞിട്ട് ഇലാഹു പറയാൻ കാരണം എന്താ?
അള്ളാഹു മനുഷ്യരുടെ റബ്ബാണ്, ആരാധ്യനാണ്, അതുപോലെ രാജാവാണ്, ആരാധ്യനാണ്. അങ്ങനെ പറയാൻ കാരണം സംരക്ഷിക്കുന്ന അള്ളാഹുവാണ്. അപ്പോ ഓനായിരിക്കും അധികാരം. അപ്പൊ പിന്നെ ഓനെ ആരാധിക്കാൻ പാടുള്ളൂ. അത് മനുഷ്യന്മാരെ മനസ്സിലാക്കാനാണ് 3 നാസ് അവിടെ പറഞ്ഞത്. അള്ളയാണ് നമ്മുടെ സംരക്ഷകൻ. സംരക്ഷകൻ അള്ളാഹുമ്പോ അധികാരം ഓനേക്കാരം. അങ്ങനെയുള്ള ആ കുട്ടിനെ ഞാനാണ് നോക്കി വളർത്തിയത്, അങ്ങനെ ഉണ്ടാവും. പെങ്ങന്മാരെ കുട്ടികൾ ഇതൊക്കെ ചിലപ്പോൾ വാപ്പല്ലാത്ത കുട്ടികളൊക്കെ നമ്മളെ സംരക്ഷണത്തിലാണെങ്കിൽ ഓന് പിന്നെ എവിടെ ചേർക്കണം, ഓന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള പ്രചോദനം നൽകണം, ഓന്റെ കല്യാണത്തിന്റെ കാര്യം, അതിന് ഡേറ്റ് ഇടുന്നത് പറഞ്ഞോളാം, ഞാൻ സംസാരിച്ചോളാം, ഓ എന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്, ഓനെ ഞാനാ നോക്കിയെന്ന് പറയില്ല നമ്മൾ സാധാരണ. അങ്ങനെയുള്ള അതിന്റെ ന്യായം എന്നതുപോലെ അള്ളാഹുവാണ് നമ്മളെ പടച്ചത്, അവൻ തന്നെയാണ് ശരിക്കും നമ്മളെ സംരക്ഷിച്ചു പോരുന്നത്. അപ്പൊ അധികാരം മുഴുവൻ ഓനായിരിക്കും. അപ്പൊ ആ അധികാര ശക്തിക്ക് മാത്രമാണ് ആരാധനക്ക് അർഹത. അതാണ് ഇവിടെയും പഴപ്പുതോ എന്ന് പറഞ്ഞത്. വഹുവാലാ കുല്ലി ശൈഇൻ വഹുവാലാ കുല്ലി ശൈഇൻ വകീൽ. എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുന്നവനാണ് അവന്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല നിങ്ങൾ ഇങ്ങനെ ഏൽപ്പിച്ചോളി എന്ന് പറയാൻ കാരണം അല്ലേ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ഭരമേൽപ്പിക്കുന്നോലൊക്കെ അള്ളാഹ്ക്ക് ഭരമേൽപ്പിച്ചോളിട്ടോ. അതിന്റെ അർത്ഥം ഇവിടെ നമ്മൾ ഓരോന്നിനോരോ കാര്യങ്ങളുണ്ടാവും, സബബുകളുണ്ടാവും. ആരെ ഏൽപ്പിക്കണ്ടെന്നല്ല, പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ ആരെ ഏൽപ്പിച്ചാലും ലാസ്റ്റ് കൊടുക്കാൻ മടങ്ങുന്നത് അത് അള്ളാഹുവിലേക്കാണ്, കാര്യങ്ങൾ അള്ളാഹുവിലേക്കാണ്. അതാണ് അള്ളാഹുവിനെ തവക്കുലാക്കേണ്ട ക്രമപ്രകാരം തവക്കുലാക്കി ഞങ്ങളൊരു പേടിയും പേടിക്കണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദുന്യാവിൽ നമ്മൾ ചെയ്തിട്ട് അള്ളാഹുലേക്ക് തവക്കുലാക്കണം. നമ്മളെ കുറെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, റോഡിന്റെ സൈഡിലൂടെ നമ്മൾ നടക്കും, പക്ഷെ നമ്മൾ അള്ളാഹുലേക്ക് തവക്കുലാക്കണം. നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അപ്പൊ നമ്മളെ ഒരു സഹോദരന്റെ കടയിൽ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ കുട്ടി ഇന്നലെ ആക്സിഡന്റിൽ മരിച്ചു, ബൈക്കുകൾ കൂട്ടിയിടിച്ചിട്ട്. ആലോചിച്ച് നോക്കൂ, ചെറുപ്പക്കാരനാണ്. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പ്രത്യേകം വരക്കാൻ പറഞ്ഞിട്ട് ഏത് സമയത്താണ് എപ്പോഴാ ഓരോരുത്തർക്ക് കണക്കാക്കിയതെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഏത് സമയത്താണ് ഒക്കെ റബ്ബിന്റെ അടുത്താണ്. അപ്പൊ നമ്മൾ മാത്രം ശ്രദ്ധിച്ചിട്ടും കാര്യം നമ്മൾ സൈഡിൽ കൂടി പോയ വണ്ടി ബ്രേക്ക് കൊട്ടി വരാം, പല കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്ന എന്താ, വക്കീല് യഥാർത്ഥത്തിൽ ആരാണ്? അള്ളാഹുവാണ്. കറണ്ട് പോയതാണ്, ഒന്നൊക്കെ കറണ്ട് പോയാൽ നഷ്ടമാണ്, ഭയങ്കര ചൂടാണല്ലേ, സാരല്ല, ശരിയാകും, വന്നോളും. അപ്പോ അല്ലാഹു തആല പറയാണ് വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. നോക്കൂ, എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുന്നവനവനാണ്. ഇനിയാണ് ആ വളരെ പ്രധാനപ്പെട്ട ആയത്ത് നോക്കൂ. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ലാ തുദ്രികുൽ അബ്സാർ, ഒരു കണ്ണുകളും അള്ളാഹുവിനെ പ്രാപിക്കില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എന്നാൽ സർവ കണ്ണുകളെയും അവൻ കാണുന്നു. വഹുവൽ ലത്തീഫുൽ ഖബീർ, അല്ലാഹു തആല എല്ലാ നിഗൂഢതകളെയും അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാകുന്നു. എല്ലാ നിഗൂഢമായ കാര്യങ്ങളും അള്ളാഹു അറിയും. അതീവ സൂക്ഷ്മജ്ഞാനിയാണ് അവൻ. എല്ലാം കാണും, എന്നാൽ ഒരു കണ്ണിനും അള്ളാഹനെ പ്രാപിക്കാൻ കഴിയൂല. ഇതാണ് ഇപ്പൊ ആയത്ത്. ഇത് യഥാർത്ഥത്തിൽ ഒരാളുടെ ഈമാൻ ഉറപ്പിക്കാനുള്ളൊരായത്താണ്. അതായത് നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല, അപ്പോഴാണ് നമ്മളൊരു മുഴുസിനാകുക. അതായത് അങ്ങോട്ട് നമ്മൾ നേരെ കാണുന്നില്ല, കാണാതെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. ഇപ്പോ ഒരു ഹദീസിലുണ്ട്, സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു ടീം എത്തും, അത്ര ഹദീസിലുള്ളതാണ്. അപ്പോ സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ ചോദിക്കും അത്രേ, മന്നൻതും, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്ന് ചോദിക്കും. അപ്പൊ ഇവര് പറയും മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അപ്പൊ മലക്കുകൾ ചോദിക്കും അത്രേ, ഹൽ റഅയ്തുമുൽ ഹിസാബ്, നിങ്ങൾ വിചാരണ കണ്ടോ? നിങ്ങൾ വിചാരണ നേരിട്ടോ? ഇല്ല, ഞങ്ങൾ വിചാരണ നേരിട്ടില്ല. ഹൽ റഅയ്തുമുസ് സിറാത്ത്, നിങ്ങൾ സിറാത്ത് പാലം കണ്ടോ? ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോ മലക്കുകൾ ചോദിക്കും, എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പൊ ഇവര് പറയും, ഞങ്ങള് വളരെ രഹസ്യമായിട്ട് ഒരമല് ദുനിയാവെന്ന് ചെയ്തു. അപ്പൊ വളരെ രഹസ്യമായിട്ട് അള്ളാഹു ഞങ്ങൾ അവിടെ എത്തിച്ചതാണ്. ഏതാണ്? നോമ്പാണ്. നോമ്പിനെ പറ്റിയാണ് അത്രയാ പറയുന്നത്.
നോമ്പിന്റെ മഹത്വം പറഞ്ഞെടുത്ത് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു രഹസ്യമാണ് നോമ്പ് എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മുടെ നോമ്പ് പറഞ്ഞാൽ ഒരു രഹസ്യമാണ്, നമുക്ക് മാത്രം സ്വകാര്യമായൊരു വിഷയമാണത്. അത് ഇന്നാൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അഭിനയിച്ചാൽ മതി, ആർക്കും അറിയില്ല. രഹസ്യമായിട്ട് വെള്ളം കുടിച്ചാലും ആരറിയാനാണ്? ഒന്നുകൊടുക്കുമ്പോഴൊക്കെ കുറച്ചിങ്ങനെ കുടിച്ചാൽ മതി. വായിൽ വെള്ളം കൊപ്പളിക്കുമ്പോൾ നല്ല വെള്ളമാണെങ്കിൽ ആരറിയാനോ? ഒന്നിങ്ങനെ തൊട്ട് കാണിച്ചാൽ അതിനനുസരിച്ചുള്ളത് കിട്ടുമല്ലോ. അപ്പൊ ഇതൊരു സ്വകാര്യ വിഷയമാണ്. നല്ല ഈമ ഉണ്ടെങ്കിൽ മാത്രമേ നോൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു നൽകിയതെന്നാണ്. അപ്പോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? പടച്ചോനെ റബ്ബ് കാണുന്നുണ്ട്, അള്ളാഹു അത് കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത ഇവന്റെ മനസ്സിന് വരും. അതാണ് ഈ ആയത്തിലും പറയുന്നത്. ഒരു കണ്ണുകളും അള്ളാഹുവിനെ കാണില്ല, എന്നാൽ സർവ്വ കണ്ണുകളെയും അവൻ കാണുന്നു. നിഗൂഢതകൾ മുഴുവനും അറിയുന്നവനാവണവൻ, സൂക്ഷ്മജ്ഞാനിയാകുന്നു, ഖബീർ, ഉള്ളുകള്ളി അറിയുന്നവനാണ്. ഇനി അവിടെ ഈ ആയത്തിന്റെ ഒരു വിശദീകരണം എന്താ വെച്ചാൽ, ഒരു കണ്ണും അവനെ കാണൂല എന്ന ദുന്യാവെന്ന്. കാരണം അള്ളാഹുവിന്റെ ലിഖാ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ ഖുർആനിൽ തന്നെ അള്ളാഹു ഒരായത്തിൽ പറയുന്നുണ്ട്, ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, നോക്കൂ, ചില ആളുകളുടെ മുഖം അത് വല്ലാത്ത പ്രസന്നമായിരിക്കും, അവരവരുടെ റബ്ബിലേക്ക് നോക്കുന്നവരായിരിക്കും. അത് നാളെ ഖിയാമത്ത് നാളിലാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വെച്ചിട്ടാണ്. സ്വർഗം കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണും. അവർ റബ്ബിലേക്ക് ഇങ്ങനെ ശരിയായ രൂപത്തിൽ നോക്കും, റബ്ബിനെങ്ങനെ കാണും. അതുണ്ട്, അത് മോമിനിയങ്ങൾക്ക് അവിടെ കൊടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ ദുന്യാവില് നമ്മളെ പോലത്തൊൽക്കൊന്നും ഇപ്പം എന്തായിരുന്നാലും അള്ളാഹുവിനെ കാണാൻ കഴിയൂല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ യാത്രയിൽ കണ്ടത് ഒരു സത്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരം കേട്ടെങ്കിലും കാണാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്തില്ല. അത് വേണ്ട, സംസാരം കേട്ടോളൂ പറഞ്ഞു. ഇസ്രായേലികൾ ഞങ്ങൾക്ക് കാണണമെന്ന് ബഹളം വെച്ചു, ഓല അള്ളാഹു തആല ആണ് കൊന്നുവല്ലേ, അതുണ്ടായി. ഓല ഞങ്ങൾ സംസാരം കേൾക്കണം എന്ന് കേൾക്കാതെ നിങ്ങൾ വിശ്വസിക്കൂല ചോദിച്ചു. മനസ്സിന് അടക്കം കിട്ടാനാണെന്ന് മൂസാ നബി പറഞ്ഞതുപോലെ ബലും പറഞ്ഞു, എന്നാ പിന്നെ ആവട്ടെ, അശരീരി പോലെ കേൾപ്പിച്ചു. അപ്പോൾ പിന്നെ ഒരു പടി പിന്നെയും വാശിയാട്ടി ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. 100 ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും മരിപ്പിച്ചു. എല്ലാവരും മരിച്ചു. അതിൽ 70 ആൾക്കാർ. അതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഭയങ്കര വിഷമായി. കാരണം എന്താ, നാട്ടിലേക്ക് ഇവരൊക്കെ മരിച്ചു പറഞ്ഞ് ചെന്ന് പറഞ്ഞ ആൾക്കാരാകെ ഇളകും. അതിപ്പോ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും കൂടി മരിക്കല്, എന്താ അതിന്റെ വലിയ രഹസ്യം അറിയേണ്ടതെന്ന് പറയാം. അങ്ങനെ അള്ളാഹു തആല അവർക്ക് പുനർജന്മം നൽകി. ഇത് ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് കാണിച്ചു കൊടുത്തില്ലാന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിന് ഒരാൾക്ക് കിനാവ് കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് അങ്ങനെ ചില മഹത്തുക്കൾക്കൊക്കെ അള്ളാഹു തആല അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. മനാമില് കാണാൻ കഴിയുമെന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ. അബൂ യസീദ് റഹിമഹുല്ലാഹ് പറയാണ്, റഅയ്തു റബ്ബി ഫിൽ മനാം, ഞാൻ എൻ്റെ റബ്ബിനെ ഉറക്കത്തിൽ കണ്ടു. ഫഖുൽതു ലഹു കൈഫ ത്വരീഖു ഇലൈക്, ഞാനപ്പോ സ്വപ്നത്തിൽ ചോദിച്ചു, റബ്ബേ നിന്റെ മാർഗത്തിലേക്ക് എന്താണ് എത്താൻ ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ വഴിയിലേക്ക് ഞാൻ എത്തുക? കിട്ടിയ ചാൻസിൽ ചോദിച്ചതാണ്. അപ്പൊ അള്ളാഹു തആല പറഞ്ഞ എന്താ അറിയോ? ചോദിച്ചു പോടുകാരനില്ലേ, ഉത്റുക് നഫ്സക് സുമ്മ തആൽ, നീ ദേഹേച്ഛയെ പരിപൂർണമായിട്ട് വെടിഞ്ഞോളൂ, എന്നിട്ട് എൻ്റെ മാർഗത്തിലേക്ക് വരൂ. അവ ശരീരേച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കണ്ട, ശരീരത്തിന് ആനന്ദമുള്ള കാര്യങ്ങൾ കൈമ വല്ലാതെ കൂടണ്ട, എന്നിട്ട് വാ, അതാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹി പോലത്തെ വിശദീകരിക്കുന്നുണ്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ. മനാമില് ഉറക്കത്തിൽ അങ്ങനെ കാണാനുള്ള അവസരം അപൂർവമായിട്ട് ചിലർക്ക് കിട്ടും. അതിന്റെ രീതി ഒന്നും നമുക്കറിയില്ല, അള്ളാഹു ആണല്ലോ കിതാബിൽ അങ്ങനെ ഒരു സംഗതി പറയുന്നുണ്ട്. എന്തായിരുന്നാലും നാളെ അള്ളാഹുവിന്റെ ലിഖാ ഉണ്ടാവും. അതിന് ഇപ്പൊ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കണം. ഇവിടെ നമ്മൾ അങ്ങോട്ട് നേരിട്ട് കാണുന്നില്ല, എന്നാലോ നമ്മുടെ എല്ലാ പ്രവർത്തനം കാണുന്നുള്ളൊരു ഓർമ്മ വേണം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് ഒരൊറ്റ സംഭവം പറയാം. മദീനയിൽ നിന്ന് ഒരാള് അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, അദ്ദേഹം നോക്കി, അദ്ദേഹത്തിന്റെ ഈമാൻ നോക്കണം കേട്ടോ. അദ്ദേഹം പറഞ്ഞു, നബി, ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഒരു വഴിയിൽ വെച്ചിട്ട് ഒരു പെണ്ണുമായി കൂട്ടിമുട്ടി. അപ്പൊ അവിടെ വേറെ ആരുമില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ പെണ്ണിനെ വ്യഭിചാരമല്ലാത്ത ചില സംഗതികൾ ചെയ്തു.
ആരുമില്ലായിരുന്നു, ഇബ്ലീസ് ഇടപെട്ടു എന്നർത്ഥം. പക്ഷെ പിന്നീട് എനിക്കത് ഭയങ്കര ഖേദായി. അതുകൊണ്ട് നബിയെ എന്റെ മേലിൽ അതിനുള്ള ശിക്ഷ നടപ്പിലാക്കണം, ഓപ്പണായിട്ട് പറയണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും വേണ്ടിയില്ല. നബി തങ്ങൾ പ്രതികരിക്കാത്തത് ആദ്യത്തെ ഒരു സംഭവമാണ്. അങ്ങനെ ഒരാൾ വന്ന് നേരെ പറയുന്നത് ആദ്യത്തെ സംഭവമാണ്. വ്യഭിചാരാണെങ്കിൽ പിന്നെ അതിന്റെ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്, വിവാഹിതനാണെങ്കിലും അല്ലെങ്കിലുള്ള മസല. ഇതിപ്പോ അതൊന്നും നടന്നിട്ടില്ല. ഇയാളാ പെണ്ണിനൊന്ന് ചുംബിച്ചു, ശരീരത്തിലെ ചില ഭാഗങ്ങൾ പിടിച്ചു എന്നൊക്കെയാണ് വിഷയം. അതായത് മൂപ്പരാക്ക് തുറന്നു പറഞ്ഞു മൂപ്പര്. പക്ഷെ നബിതങ്ങളൊന്നും മിണ്ടണില്ല. നബിതങ്ങളൊന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇയാളോട് പറഞ്ഞു, അത്രേ എന്തിനാണ് ഇതൊക്കെ പറയാൻ നിന്നെ? സംഭവിച്ചെങ്കിൽ റബ്ബിനോട് പൊറുക്കലിനെ തരും, ഇതൊക്കെ പറയാൻ നിൽക്കണോ ഓപ്പണായിട്ട്? ഒരു വഷളതരല്ലത് എന്നുള്ള രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷെ നബിതങ്ങളും ഉണ്ടാക്കേണ്ടത് ഇപ്പൊ വരും വിവരം, ഇതിനെന്താ ചെയ്യേണ്ടത്, ഇതിനൊരു പ്രതിവിധി എന്താന്ന് ഇപ്പൊ വരും. പക്ഷെ മൂപ്പര് ഭയങ്കര വിഷമത്തിലാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, അദ്ദേഹത്തിന് മറച്ചക്കമായിരുന്നു. ഒരു മനുഷ്യനൊരു ഹയാകാരണ സംഗതി ഉണ്ടല്ലോ. പക്ഷെ മൂപ്പരത് മറച്ചു വെക്കാതെ പറഞ്ഞതെന്താ, റബ്ബ് കാണുന്നുണ്ടോ, ഞാൻ മറച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ കുറച്ച് വഷളായാലും പരലോകത്ത് വഷളാകരുത്. ഇവിടെ ഇപ്പൊ ഞാനിത് തുറന്ന് പറഞ്ഞാല് ഇവിടെ ഉള്ളവരൊക്കെ കേട്ടു, പിന്നെ ഓൽക്കൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ, ഓലങ്ങനെ നടന്ന് പറഞ്ഞ് അരപ്പാക്കൂല, അത് വേറെ കാര്യം. പക്ഷെ എന്നാൽ അവിടെ ഉള്ളവർ ഇത് അറിയണ്ടല്ലോ. മൂപ്പര് ഭാഗ്യവാനാണ്. ആ കാരണത്തിൽ തീരുമാനമായി വിശുദ്ധ ഖുർആനിലെ സുപ്രധാനമായ ഒരു ആയത്തിറങ്ങി. അതായത് സർവ്വ കണ്ണുകളെയും അള്ള കാണുന്നുണ്ട് എല്ലാം എന്നുള്ളൊരു ചിന്ത വന്നതാണ്. അതുകൊണ്ടാണ് മൂപ്പര് തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ പരലോകത്ത് കുടുങ്ങരുത്. അപ്പൊ നബിതങ്ങള് പിന്നെ കുറച്ചേറെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു പറയുന്നത്, പ്രതികരണം ഒന്നും വരാത്തുമ്പോ മൂപ്പര് വല്ല അവിടുന്ന് വിട്ടു. ആണ്ടല്ലോ, അത് ചില കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ അവിടെ നിൽക്കാൻ പറ്റൂല. മൂപ്പര് അവിടുന്ന് വല്ലതും മാറി. ഏതായിരുന്നാലും വൈകാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഒരു ആയത്ത് ഓതി കൊടുത്തു. ആയത്താണ് ഏത്, അഖിമിസ്സലാത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്. ഈ ആയത്തിൽ പറയുന്നത് എന്താ, അഖിമിസ്സലാത, നീ നിസ്കാരം നിലനിർത്തണം, തറഫൈൻ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിൽ, രണ്ട് ഭാഗങ്ങളിൽ, വസുലഫൻ മിനൽ ലൈൽ, രാത്രിയിൽ നിന്ന് ചില ഭാഗങ്ങളിലും, ഇന്നൽ ഹസനാതി, തീർച്ചയായിട്ടും ചില സുഹൃതങ്ങള്, യുദ്ഹിബുനസ് സയ്യിആത്, അത് ചില തെറ്റുകളെ മായ്ച്ചു കളയുന്നതാണ്. അതായത് ഈ ആയത്തിന് ഇറങ്ങിയപ്പോൾ നബിതങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവരെ വിളിക്കുകയാണ്, ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ തെറ്റുണ്ടല്ലോ അള്ളാഹു തലപ്പുറത്ത് തരും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ആയത്തിൽ പറയേണ്ടതാണ്, അഖിമിസ്സലാത്ത, നീ നിസ്കാരം നിർവഹിക്കണം, തൊറഫൈൻ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിൽ. ഇതാണ് ചേകനൂര് തെറ്റായി അർത്ഥം വെച്ചാണ് നിസ്കാരം മൂന്നാക്കിയ ആയത്തത്. പകലിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നാ മൂപ്പര് സുബഹി എടുത്തു, പിന്നെ ഏതെടുത്തു, അസർ എടുത്തു. രാത്രിയിൽ നിന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ ഈശാ എടുത്തു. അങ്ങനെ മൂന്നാക്കി. ലൊഹ്റ് മൂപ്പര് ഒഴിവാക്കി, അതാ രണ്ടറ്റം പറഞ്ഞാൽ പെടൂല എന്ന് പറഞ്ഞാണ്ട്. മഗ്രിബ് ഒഴിവാക്കി, രാത്രിയിൽ നിന്ന് ഒരു ഭാഗം അവിടെ തന്നെ വായിച്ചു. സുലഫ് പറഞ്ഞാൽ ശരിക്കും ബഹുവചനത്തിൽ ചുരുങ്ങിയ രണ്ടെണ്ണം വേണം. ഓല് ഒന്നുട്ടോ, ഇതിന് രണ്ടാളിനും വേണ്ടേ, അവര് ഒന്നും അറിയുമ്പോ രണ്ടാൾ വേണം. ജമാഅത്ത് ഒരു സംഘടിത നിസ്കാരത്തിന് രണ്ടാൾക്കാരിലും വേണം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഭാഗങ്ങൾ എന്നാണ്. അവിടെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ രണ്ട് വേണം, മഗ്രിബ് ഇശാവുമാണ്. പകലിന്റെ രണ്ടറ്റങ്ങൾ എന്ന് പറഞ്ഞത് ഇയാൾക്ക് ഭാഷ അറിയിട്ടാണ്, അല്ലെങ്കിൽ തൗഫീഖില്ല. അത് ശരിക്കും ഉച്ചക്ക് മുമ്പ് ശേഷം എന്നുള്ള രൂപത്തിലാണ് ആ പ്രയോഗം. അത് ഒരു ഭാഗം സുബഹിയും ലൊഹറും പിന്നെ ആണ് ഉദ്ദേശം, ഒന്ന് അസുറാണ് ഉദ്ദേശം. ഇതാണ് അവിടെ ഉദ്ദേശിക്കേണ്ടത്. ഇയാള് ആർക്കും തിരിയാത്ത അർത്ഥം വെച്ചു. അവിടെ നമ്മൾ അതിനും പിന്നെ നമ്മൾ അറിയിക്കേണ്ട ആവശ്യം. ഇന്നലെ ഞാൻ കൊണ്ടോട്ടി ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഉസ്താദേ പറഞ്ഞു. അപ്പോൾ എന്തേ ചോദിച്ചു, അതായത് പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, അവൻ ഷിയയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അത്രേ, പിന്നെ പ്രവാചകനാകേണ്ടിയിരുന്നത് അരിയാണ്, അത് പിന്നെ തട്ടിയെടുത്തതാണ് ആര്, മുഹമ്മദ് നബി.
ഒരു ശിയാക്കൾപ്പെട്ട ഒരാൾ പറയണം. ഒക്കെ അതിന് നമ്മൾ അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാകുമെന്ന് ചോദിക്കാൻ തന്നെ നിൽക്കരുത്, ചിന്തിക്കാൻ പോലും കഴിയൂല. അപ്പൊ ഇയാളെ കൂടി കുറെ ശിയാക്കളുണ്ടാവും. വേറൊരുത്തന്റെ വാദം എന്താ വെച്ചാല് അലി റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫ ആകേണ്ടിയിരുന്നത് അബൂബക്കറെ തട്ടിയെടുത്ത മൂപ്പര് വള്ളടിന്റെ ആളായിരുന്നു. ഇയാൾ നേരെ പറയണം അത്ര, ഞാൻ വരെ കേൾക്കാത്താണ്. വള്ളടിന്റെ ആളാണ്. അതായത് കള്ള് അല്ലാഹ് ഹറാമാക്കാത്തൊരു സമയം, കള്ള് നിരോധിക്കാത്തൊരു സമയത്തും ആ സാധനം തൊടാതെ നിന്നവരാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ. അതാണ് ഔലിയാക്കളും മഹ്ഫൂദീങ്ങളാണ് പറഞ്ഞത്. അത് പറയണ അത്രേ ഒരു വള്ളടിച്ചിട്ട് ആൾക്കാരായിരുന്നു. അലി റളിയല്ലാഹു അൻഹു വലിയൊരു സംഭവമാണെന്നുള്ളിൽ ആർക്കും തർക്കമില്ല. മുത്തനബിന്റെ മരുമകനാണ്. എന്നാ 2 പെൺകുട്ടികളെ കെട്ടിയാൾ മുകളിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 പെൺകുട്ടികളെ കെട്ടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അഹ്ലു ബൈത്ത് വന്നത് അലി റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. പക്ഷെ സ്ഥാനം കൊണ്ട് സിദ്ദീഖ് എന്നവർ, ഫാറൂഖ് എന്നവർ അങ്ങനെ തന്നെ വരിക. അത് നബി തങ്ങൾ നേരെ കൃത്യമായിട്ട് പഠിപ്പിച്ചതാണ്. എന്നതുപോലെ 5 വഖത്ത് നിസ്കാരം നബി തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു. എല്ലാം മുസ്ലിം ലോകത്തൊരു തർക്കമില്ല. ഇവിടെ കേരളത്തിന്റെ വണ്ണെന്ന് ഒരാൾ വന്നാണ്ടായിരുന്നു പറഞ്ഞു. പണ്ട് മുസൈലിമ അങ്ങനെ ആക്കി. പക്ഷെ മുസൈലിമ ആയത്തോതി കണ്ടല്ല. മുസൈലിമ പെണ്ണെട്ടി, കെട്ടിയത് ഷജാഹ് എന്ന് പറഞ്ഞൊരു പെണ്ണിനെയാണ്. ഓള് പറഞ്ഞു ഞാൻ പ്രവാചകനാണ്. അപ്പൊ ഇത് കുഫുവത്തൊരു കല്യാണമാണ്. ഭാര്യ ഡോക്ടർ, ഭർത്താവും ഡോക്ടർ എന്നമാർക്കേ. ഈ 2 ആളും പ്രവാചകന്മാരാണ്. ഒരാൾ പ്രവാചകന്, ഒരാൾ പ്രവാചിക. അപ്പൊ ഇവള് ചോദിച്ചത്ര എനിക്ക് മഹർ വേണം. അപ്പൊ ഇയാൾ തമാശാക്കി, എന്നാ ഒരു കാര്യം ചെയ്യാം, 5 വക്താളപ്പോ മുഹമ്മദ് നബി പറയണ്ടേ, 2 വക്ത എനിക്ക് ഞാൻ മഹർ എന്ന് പറഞ്ഞു. ഇനി 3 എടുത്താൽ മതി ആൾക്കാർ. അങ്ങനെ ഒരു തമാശ കളിച്ചിട്ടുണ്ട്. അതാണ് ഇയാളും കളിച്ചത്. ആവട്ടെ, ഞാൻ പറയുന്നത് എന്താ അറിയോ? അപ്പൊ അവിടെ ഒരു പോയിന്റ് എന്താ, ഇവിടെ അദ്ദേഹം ഒരു പെണ്ണിനെ അങ്ങനെ പെട്ടുപോയി. ആരും ഇല്ലാത്തൊരു സമയത്ത് അയാളൊരു തെറ്റങ്ങനെ സംഭവിച്ചു. അത് മൂപ്പര് തുറന്നു പറഞ്ഞു. അപ്പോ വ്യഭിചാരമൊന്നും നടന്നിട്ടില്ല, ചെറിയൊരു തെറ്റ് സംഭവിച്ചു. അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് പറഞ്ഞെന്താ, നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. ചില ഹസനത്തുകള് സയ്യിആത്തുകളെ മായ്ച്ചു കളയും, ഇല്ലാതാക്കും. പക്ഷെ അവിടെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ പെണ്ണുങ്ങളൊക്കെ വേണമെങ്കിൽ പിടിക്കുക, പിന്നെ പോയി കാണാൻ നല്ലോണം നിസ്കരിച്ചാൽ മതി എന്നാണ് പറയേണ്ടത്. കരുതരുതേ, അങ്ങനത്തെ കരുതരുത് കേട്ടോ. നമ്മൾ ചില ഗുളിക കുടിച്ചാൽ റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ചില പെണ്ണുങ്ങൾ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സഹോദരി എന്നോട് എഴുതി ചോദിച്ചു ഒരു ക്ലാസ്സിൽ, എനിക്ക് നോമ്പ് നോൽക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഞാൻ ആർത്തവം പിന്നെ പിന്താൻ റമദാനിലെ ആർത്തവം ഇല്ലാതിരിക്കാൻ ഗുളിക കുടിച്ചൂടെ? നോമ്പ് നോൽക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. എന്ന് വേണ്ടായിരുന്നു, അത് പാടില്ല. കാരണം എന്താ, ഈ ആർത്തവം നമ്മൾ പിന്നെ സമയം തെറ്റിക്കറിഞ്ഞാല് അത് ചിലർക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അതിന്റെ റിയാക്ഷൻ താങ്ങാൻ കഴിയൂല. അത് നല്ല കാര്യമല്ല. അപ്പൊ എന്താവും, ഹറാമാവും. ഇനി ആരോഗ്യ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞാലും അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിഭാവനം ചെയ്യുന്ന ഒരു നാച്ചുറൽ കമ്മ്യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ പ്രകൃതിമതാണ് ഇസ്ലാം. സ്ത്രീക്ക് ആ പിന്നെ പ്രക്രിയ അല്ലാഹു തആല നൽകിയത് ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ആർത്തവം. ഓൽക്ക് അളവില്ലേ, ഇന്നത് നീട്ടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ഉംറക്ക് ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അപ്പോഴേ അള്ളാന്റെ സഹായം ഉണ്ടാവുള്ളൂ. അപ്പൊ പറഞ്ഞു കൊടുത്തുന്നാ മതി, അതിന്റെ അപ്പുറത്ത് പോകണ്ട. അത് ഞാൻ പറഞ്ഞു, വേണ്ട, എന്റെ ആവശ്യമല്ല. ഇനി അങ്ങനെ നോമ്പ് വിൽക്കാൻ പോയി സുന്നത്തൊക്കെ മറ്റോട്ടെ, ആർത്തവല്ലാത്ത സമയത്ത് അവസരം എത്ര ഉണ്ട്, അവസരം എത്ര. അത് ചിത്താന്തെന്ന് പറഞ്ഞമാർക്ക് അങ്ങനെ ഉണ്ടല്ലേ, നമ്മള് ആ കിണർക്ക് പാളിയൊക്കെ ഉണ്ടാകുന്ന പിന്നെ പാളിയൊക്കെ ഞാനൊരു പ്രതിയാണ് പറഞ്ഞമാർക്ക്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ചിലത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ എന്നതുപോലെ നമ്മൾ ഈ മസാല പറയുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ ഈ സംഭവം ഉദ്ധരിച്ച എന്തിനറിയോ, പോലെ ഈമാനാണ്. അതുപോലെ ഒരു പെണ്ണ് വന്നല്ലോ നബിന്റെ അടുത്ത്, നബിയെ ഞാൻ വിവാഹിതയാണ്, പക്ഷേ ഞാൻ വ്യഭിചാരം ചെയ്തുപോയി, അതുകൊണ്ട് എന്റെ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് നബി തങ്ങൾ. കേൾക്കാത്ത മരിക്കുന്നു, പോവുകയാണ്, ഞാൻ പോയിക്കോട്ടെ എത്തിയാണ്. അങ്ങനെയുണ്ടല്ലോ, ഇജ്ജ് വ്യഭിചാരം ചെയ്യല, പോയിക്കവളെ, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ ഒന്ന് ചില കാര്യങ്ങൾ അങ്ങനത്തെ പറയുമ്പോഴേ ഒഴിവായി കിട്ടുകയാണെങ്കിൽ അത് എറിഞ്ഞൊല്ലേണ്ട കേസാണതേ, എറിഞ്ഞൊല്ലേണ്ട കേസാണ്. പക്ഷെ പെണ്ണിന്റെ ഈമാനോണ്ടേ സൈക്കിൾ എടുത്ത് കൂടാന്നില്ലേ, പിന്നെ അവിടെ തന്നെ ഒന്നും നബിയെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റിപ്പോയി, വ്യഭിചാരം ചെയ്തു പോയി, അപ്പൊ അതിന് നല്ല ശിക്ഷയാണ്, നാളെ അതിന്റെ പേരിൽ കൊടുങ്ങരുത്, എന്റെ പേരിൽ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ്. അപ്പൊ നോക്കുമ്പോ പെണ്ണ് ഗർഭിണിയാ. അവസാനം പിന്നെ വീട്ടുകാരെ വിളിപ്പിച്ചു, പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പ്രസവം കഴിഞ്ഞ് ഇതുവരെ കാത്തുന്നു.
അങ്ങനെ വന്നിട്ട് ഇസ്ലാമിന്റെ നിയമമല്ലേ എറിഞ്ഞു വന്നു. അങ്ങനെ നബി തങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അത് ഉമർ റളിയല്ലാഹുവിന് പറ്റിയില്ല. ഉമർ റളിയല്ലാഹു നബിയെ വ്യഭിചാരം ചെയ്തൊരു പെണ്ണല്ലേ, നിങ്ങൾ നിസ്കരിക്കേണ്ടില്ലായിരുന്നു. അപ്പൊ നബി തങ്ങൾ രോഷാകുലനായി, ഉമറെ, മദീനയിലെ 70 കപടന്മാർക്കിടയിൽ ആ പെണ്ണിന്റെ തൗബ ഓഹരി വെക്കുകയാണെങ്കിൽ അതിന്റെ 70 പേരുടെ തൗബ പടച്ചോൻ സ്വീകരിക്കും. ഇവരുടെ തൗബ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ പെണ്ണ് ചെയ്ത തൗബന്റെ കട്ടുണ്ടല്ലോ ഇഖ്ലാസ്, അതിന് 70 ഭാഗാക്കിയാൽ അതിൽ 1 മതി. ഒരു കപടവിശ്വാസി, ഒരു മുനാഫിക്കിന്റെ നബികരണ അമ്മാതിരി കളി കളിച്ചാണ് ഓന്റെ തൗബ സ്വീകരിക്കാനും. പിന്നെ എന്താവും പറയാൻ ഞാൻ നിസ്കരിച്ചാലെന്നാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ തൗബ ചെയ്താൽ മതി, എന്നാ പരലോകത്തൈമ കഴിച്ചിലാവും. ഇത് വേറെ സാക്ഷി തെളിവ് കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തി അങ്ങനല്ല, ഇത് പെണ്ണാണ് പറയാണ് ഇതിന്റെ അടുത്ത് സംഭവിച്ചു. അവർക്കെന്താ? അതൊക്കെ ഈ ആയത്ത് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹ് പറയുന്നുണ്ടാ, നോക്കൂ, അള്ളാഹുവിനെ ഒരു കണ്ണും പ്രാപിക്കില്ല, എന്നാൽ സർവ കണ്ണുകളെയും അള്ളാഹു കാണും. എല്ലാം റബ്ബ് കാണും. റബ്ബിന്റെ ഇതിൽ പെടാത്തൊരു സംഗതിയില്ല. എല്ലാ നിഗൂഢതകളും അള്ളാഹു അറിയും. ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം എന്നാണ്. അപ്പോഴാണ് മനുഷ്യനിൽ എന്തുണ്ടാകുക? വിശുദ്ധി ഉണ്ടാകാം. ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും വിശുദ്ധി വേണം. എല്ലാ വിഷയത്തിലും വിശുദ്ധി വേണം. ഒരു സഹോദരന് എന്നോട് പറഞ്ഞു, നമ്മളൊരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടില് കുടുംബത്തിലുള്ള വിഷയങ്ങളാണ്. അതായത് ചില ഭർത്താക്കന്മാര് നല്ല രൂപത്തിൽ പെരുമാറില്ല, ഭാര്യമാരോ. ചിലയിടത്ത് ഭാര്യമാര് ഭർത്താക്കന്മാരോട് നല്ല, ഇതൊക്കെ ഇവർക്ക് ദീനിനെ പറ്റി അറിയിട്ടാണ്. ഞാൻ ആലോചിക്കാം, ഇവർ പല ആൾക്കാരും വിചാരം വെച്ചാൽ കുറച്ച് നിസ്കരിക്കുക, കുറെ സ്വലാത്തില്ല, അതുകൊണ്ട് കഴിയുന്നല്ല. മറ്റുള്ള മതങ്ങളിൽ നിന്ന് ഇന്നിപ്പോൾ ഇത് വരക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറയണ്ടത്. മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്ലാമിലെ വിവാഹത്തിന് 3 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് സന്താന ലബ്ധിയാണ്, ഒന്ന് രണ്ടാമത്തെ ജീവിത വിശുദ്ധിയാണ്, മൂന്നാമത്തത് മനസ്സമാധാനമാണ്. ഇത് 3 ഖുർആൻ പറയുന്നുണ്ട്. വിവാഹം ഇസ്ലാമിൽ സുന്നത്തായത് എല്ലാ നിലക്കും കഴിവുണ്ടായിട്ട് ഒരാള് വിവാഹം കഴിക്കാൻ തയ്യാറല്ലെങ്കിൽ വാശിക്ക് നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താണ്? മലക്കുകള് എന്റെ ദീന്ന് ഹൗദുൽ കൗസർ എന്ന് വെള്ളം തട്ടിക്കളയുന്നതാണ്, തിരിച്ചു കളയുവാനാണ്. അത്രയും ഇതാണ് വിവാഹത്തിന്, അത്രയും പ്രാധാന്യം ഇസ്ലാം വിവാഹത്തിന് കൊടുത്തു. ഇസ്ലാം ഒരു പ്രകൃതി മതമാണ്. അതിന്റെ ഉദ്ദേശം എന്താ? ലക്ഷ്യം ഒന്ന് സന്താന ലഭ്യം, നമുക്ക് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മക്കളെ പഠിച്ചോൻ തരികയാണെന്നാണ് വിവാഹം കഴിക്കേണ്ടത്. രണ്ടാമത്തത്, ഇല്ലെങ്കിൽ മനുഷ്യന് എന്ത് ചെയ്യും? വിശപ്പും ദാഹവും അള്ളാഹു മനുഷ്യന് നൽകുന്നത് പോലെ വികാരങ്ങളും നൽകുന്നുണ്ട്. ഒക്കെ അള്ളാഹു നൽകിയതാണ്. അപ്പൊ ഇവന് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. അതിനാണ് വൈവാഹിക ജീവിതം. മറ്റൊന്ന് മനസ്സമാധാനം. റൂം സൂറത്തിൽ കൃത്യമായിട്ട് പറയേണ്ടതിനെ പറ്റി. എന്തൊക്കെ നമുക്കുണ്ടെങ്കിലും ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും അവര് സംഗമിക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. ഈ 3 കാര്യങ്ങളാണ് അതിന്റെ ലക്ഷ്യം. ഇവിടൊക്കെ ഈ വിഷയത്തിലൊക്കെ നമ്മുടെ എല്ലാ നീക്കുപോക്കുകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമ്പോൾ റബ്ബിനോടുള്ള ഹക്ക് മാത്രമല്ലല്ലോ നമ്മളൊക്കെ ചിന്തിക്കേണ്ടാണ്, എല്ലാവരും ചിന്തിക്കേണ്ടാണ്. ഞാൻ പറയുന്നുണ്ട് അറിയങ്ങള്, നമ്മളെ വരവിനെ നമ്മളെ ഭാര്യമാര് കൊതിക്കണം. നമ്മൾ വീട്ടിൽ എത്തുന്നതിന്, നമ്മക്ക് വീട്ടിൽ പോകാൻ വീട്ടിൽ വല്ലാത്തൊരു സന്തോഷം വേണം. ഇങ്ങനെ ഒരു സൃഷ്ടാണ് നമ്മളൊക്കെ വീട്ടിൽ വേണ്ടത്. ഇനി നമ്മള് സ്വഭാവം നന്നാക്കി തന്നെ വേണം. അതിനിപ്പോ മോശമായോല് ഇത് കേൾക്കൂല പറയുമ്പോ അതാണുള്ള ഇതിന്റെ ഗൗരവം അറിയിട്ടാണ്. ചിലര് ഭാര്യമാരോട് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് ചീത്ത പറഞ്ഞ 4 വർത്താനൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരന് ചവിട്ടി കുളിക്കൊരു പോക്കുണ്ടാവും. വാതിലൊക്കെ ഉറക്കെ അടിച്ചിട്ട് ഒരു പോക്കുണ്ടാവും. ചിലപ്പോ പിന്നെ നമുക്ക് കിട്ടേണ്ട വാർത്ത എന്തേകാരം? ഓളും മരിച്ചു എന്നേകാരം. പിന്നെ ആ ഖേദം മാറൂല. അതേപോലെ ചിലപ്പോ നമ്മളെ ആണുങ്ങളെ വെറുപ്പിച്ച് പോലെ യാത്രയാക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുന്ന ഇവരെന്തേകാരം? അയാൾ ആക്സിഡന്റിൽ മരിച്ചു എന്നോ കൊഴഞ്ഞു കൂടെ മരിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിലോ പിന്നെ വെള്ള തുണിയിൽ പോയി ഞാൻ വരണ്ട. ഇതൊന്നും ചിന്തിക്കാൻ ആൾക്കാർക്ക് ഒരു കഴിവില്ല. എന്താ ചെയ്യാ?
അല്ലെങ്കിൽ എങ്ങനെ? ഇതൊക്കെ പരസ്പരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. തമ്മിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അല്ലെ, ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹും. ഖുർആന്റെ പ്രയോഗം നോക്കി നിങ്ങൾ ഭാര്യമാർക്ക് വസ്ത്രാട്ടോ, ഭാര്യമാർ ഇങ്ങൾക്കും വസ്ത്രാണ്. ആ പ്രയോഗം നോക്കി. വസ്ത്രം എന്നാണ് ഉപയോഗിച്ചത്. വസ്ത്രം ശരീരത്തോട് അത്രയും ഇഴകി ചേർന്ന് നിൽക്കുന്ന. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ രൂപത്തിൽ പ്രയോഗിച്ചത്. ഖുർആനെ എത്ര ഖണ്ഡിതമായിട്ടും വൃത്തിയായിട്ടും പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ് നമ്മളോട് കൽപ്പിച്ചു, നല്ല രൂപത്തിൽ വർത്തിക്കണം ട്ടോ അവരോട്. പെണ്ണുങ്ങളോട് പ്രത്യേക ഒരു കാര്യം ബോധ്യപ്പെടുത്തി, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, നിയന്ത്രണാധികാരം ആണുങ്ങളുടെ കയ്യിലാണ് ട്ടോ, കുറച്ചൊരു മേൽക്കോയ്മയാണ് ട്ടോ എന്ന് കരുതിയിട്ട് ആണുങ്ങൾ അവരെ അവകാശം തടയരുത്. അതുകൊണ്ടാണ് ആണിന് സൗജ് എന്ന് പറയുമ്പോൾ പെണ്ണിനും സൗജ് എന്ന് പ്രയോഗിച്ചത് ഖുർആൻ. ആ സ്ഥലത്ത് പോലും ഖുർആനിൽ സൗജത്ത് എന്ന് കാണൂല. അറബി ഭാഷയിൽ ഭാര്യയ്ക്ക് സൗജത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്താണ് ഒഴിവാക്കി അല്ലാഹു. ഖുർആനിൽ ഭാര്യനെ പറ്റി പറയുന്ന എല്ലാ ഭാഗങ്ങളിലും സൗജനെ അറിയണുള്ളൂ. അതെന്തിനാണ്? ഓരോ അവകാശങ്ങളെ നമ്മളൊന്നും അറിയാൻ പാടില്ല. ഭാര്യയാണെന്ന് കരുതിയാണ്ട് ജിന്റെ കീഴിലാണ് നിൽക്കണം, അങ്ങനെയൊന്നല്ല. എന്നാലും അവരെ ഓരോരുത്തർ തമ്മിലുള്ള വിലകളൊക്കെ നൽകിയിട്ട് അതെന്തായിരുന്നാലും അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് നമ്മളെ ദീന് പൂർത്തിയാകാം. അതിനൊക്കെ നമുക്ക് ഭയങ്കര കൂലിയുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. ആളുകൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. വലിയ പ്രതിഫലമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾ പോയിട്ട് ഭാര്യമാരുമായിട്ടൊക്കെ ചിരിച്ച് കളിയൊക്കെ വേണമെന്നു. അപ്പോ അത് കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സ്വഹാബി കൗതുകത്തോടു കൂടെ ചോദിച്ചു, ആ സ്വഹാബി തന്നെ നമ്മൾ ഒരു ആഖിറത്ത് തൊഴിലാളിയാണ് കരുതിണ്ടാവേ. ആ സ്വഹാബി ചോദിച്ചു, നബിയെ ഭാര്യമാരോട് ചിരിച്ച് കളിക്കുന്നതിനൊക്കെ കൂലിയുണ്ടോ? അപ്പൊ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചത്, അന്യൊരു സ്ത്രീയുമായിട്ട് നിങ്ങൾ കളിച്ചാൽ കുറ്റം ഉണ്ടാവുമോ ചോദിച്ചു. ഉണ്ടാവും എന്ന് പറഞ്ഞു. നിങ്ങളെ ഭാര്യമാരോടാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പ്രകൃതി മതാണ് ഇസ്ലാം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ഇതിൽ ഏത് വിഷയത്തിലും നമ്മൾ കുടുംബ ജീവിതമാകട്ടെ സാമ്പത്തിക രംഗാട്ടെ ഏത് മേഖലയാണെങ്കിലും അതിലൊക്കെ ഈ ആയത്തിങ്ങനെ ഓർത്താൽ മതി. സർവം അള്ളാന്റെ കണ്ണിൽ പെടുന്നുണ്ട് കേട്ടോ. എല്ലാം കാണുന്നുണ്ട്. വൽ ലത്തീഫാണ്, എല്ലാ നിഗൂഢതകളും അറിയും. എല്ലാ നിഗൂഢതകളും അറിയും. അങ്ങനെ അറിയുമ്പോൾ പിന്നെ അപ്പൊ നമുക്കൊരു പേടി ഉണ്ടാവും, പടച്ചോനെ എന്താ മറച്ചേക്കാൻ കഴിയില്ലല്ലോ. അത് ഈ ആയത്ത് നൽകുന്ന ഒരു സന്ദേശം. ഈ വേറൊന്നെന്താ അറിയോ? ഈ ആയത്ത് ഞാൻ നാളെ പറഞ്ഞിട്ട് ലത്തീഫിന്റെ മഹത്വം പറഞ്ഞിട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് അത് വരേണ്ടത്. പക്ഷെ ഈ ആയത്തിലാണ് ഇപ്പൊ നമ്മൾ ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ ലത്തീഫ് എന്നുള്ള അള്ളാഹുവിന്റെ നാമം ചെല്ലുന്നവർക്ക് പറഞ്ഞില്ലേ, അവിടെ ഓതേണ്ട ആയത്ത് ഇതാണ്. 129 വട്ടം. അതൊക്കെ എപ്പോൾ ഞങ്ങള് നിഗൂഢത ഇതിന്റെ തഫ്സീറിൽ കാണാം. നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ശത്രുക്കൾ എന്ന് ഭയങ്കര ശല്യങ്ങൾ, ശത്രുക്കളെ നമ്മക്കെതിരെ ഭയങ്കര കെണികൾ ഒപ്പിക്കുക, അല്ലെങ്കിൽ സങ്കീർണമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരിക, അതും കെട്ട് തെളിഞ്ഞിട്ടണില്ല, റെഡിയാണില്ല, അതിനും കെട്ട് കഴിച്ചിലാകണില്ല. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഒരു റൗണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. യാ ലത്തീഫ് 129 വട്ടം ചെല്ലാം. നിങ്ങൾ പറഞ്ഞതാണ്. ഒന്നും കൂടി ഈ ആയത്ത് വന്നപ്പോൾ സൂചിപ്പിക്കുകയാണ്. കിതാബിലൊക്കെ പറയുന്നതാണ്. 129 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ആയത്ത് ഓതുക. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. പിന്നെയും 129 വട്ടം ചെല്ലാം. പിന്നെ ഈ ആയത്ത് ഓതുക. അങ്ങനെ 129 വട്ടം എന്ത് ചെയ്യാം? ആവർത്തിക്കാം. അപ്പൊ എത്ര വരും ഒന്ന് നോക്കി. നല്ല സാധനമാണ് നിങ്ങളുടെ കുടുംബശ്രീണ്ട്. ലത്തീഫാണ് ചെല്ലേണ്ടത്. അപ്പോൾ 129 വട്ടം ചെല്ലാം. അല്ലല്ല 129. യാ ലത്തീഫ്, ലത്തീഫ് എന്നുള്ളത് അങ്ങനെ ആയിട്ട് കണക്ക് പറയും. അല്ലല്ല ഇല്ല, നമ്മളെ ക്ലാസ്സിൽ
ഇതൊരിക്കലും ഞാൻ പറഞ്ഞു 129 അത് വേറെ. ഇത് പറഞ്ഞത് നമ്മൾ സമദിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 129 വട്ടം 129 × 129 കൂട്ടണം. അപ്പോൾ അവിടെ എത്ര വരും? 16,641 തവണ വരും. അപ്പൊ 129 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ആയത്തോടെ ലാ തുദ്രിക്കുൽ അബ്സാർ വഹു യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. വീണ്ടും 229 വട്ടം. അങ്ങനെ അത് ഈ സംഖ്യാശാസ്ത്രം അനുസരിച്ച് നബി തങ്ങൾ പറഞ്ഞ ലത്തീഫിന്റെ സംഖ്യാശാസ്ത്രം അനുസരിച്ചുള്ള കണക്കാണ് ഈ 129. ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയാണ് കൈവട്ട. അങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾ മൊത്തം 16,641 വട്ടം യാ ലത്തീഫ് എന്ന് വരും. ഓരോ 129ന്റെ ഇടയിലും ഈ ആയത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ലാ തുദ്രിക്കുൽ അബ്സാർ വഹു യുദ്രിക്കുൽ അബ്സാർ. ശരിക്കും വേണ്ട എങ്ങനെ അറിയങ്ങൾ അത് ചെല്ലേണ്ടത് ഇശാഇന്റെ ശേഷമാണ്. അങ്ങനെയാണ് ഇതിന്റെ കിതാബിലൊക്കെ പറയുന്നത്. അതിന്റെ ശരിയായ രീതി ഇശാഇന്റെ ശേഷം ഒളുവോടുകൂടെ കിബിലക്ക് തിരിഞ്ഞിരുന്നിട്ട് ചെല്ലുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഒറ്റ ഇരിപ്പിന് ചിലപ്പോൾ അത് കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒറ്റ ഇതുകൊണ്ടല്ലെങ്കിൽ സമയം ആയിക്കോട്ടെ, പക്ഷെ എണ്ണം വേക്കാം. എണ്ണം കറക്റ്റാണ്. എണ്ണത്തുമലാട്ട് അതിന്റെ കത്ത് കിടക്കണ്ടേ. എണ്ണം വളരെ കറക്റ്റാണ്. നമ്മൾ അതിൻ്റെ അടിയിട്ട് ഉറങ്ങി എത്ര പായി എന്നൊക്കെ ചോദിച്ചാൽ അത് പോയി ചീറ്റി അയച്ചു തുടങ്ങേണ്ടി വരും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അത് ഈ സൂറത്തിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാരഥന്മാരായ ആളുകൾ പറയുന്നുണ്ട്. അതായത് അസ്മാഉൽ ഹുസ്നയുടെ ഒരു മഹത്വമാണ്. അതിന് ഓരോ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി ചോദിച്ചോളി എന്നുള്ളത് ഈ പെട്ടതാണ് ലത്തീഫുണ്ട്. അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒരു ദിവസം ഒരു ഇത്ര എണ്ണം എന്നുള്ളതാണ് ചെല്ലുക, കറക്റ്റായിട്ട് ചെല്ലുക. അത് നല്ല ഒരു പേപ്പറിൽ ഒരു ഡയറിയിലോ ഇത് ശരിക്കും എഴുതിയേക്കുക. എന്നിട്ട് നമ്മൾ ഇതിനനുസരിച്ച് അടുത്ത സമയം ഇരുന്നിട്ട് ചെല്ലുക. അത്ര വലിയ പണിയൊന്നുമില്ല. നമ്മൾ 16,600 എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ബേജാറാവും. അത്ര പ്രശ്നമൊന്നുമില്ല. ഒന്ന് നമ്മളതിനാണ് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ അല്ലേ. നമ്മളിപ്പോ മണിക്കൂറുകൾ പല കാര്യങ്ങൾക്കും ചെലവാക്കുന്ന പോലെ ഉണ്ട്. വെറുതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ. ഈ നേട്ടങ്ങൾ പറയുമ്പോൾ അങ്ങനെയുള്ളോ, നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ദുന്യാവിൽ നമുക്ക് ഭയങ്കര പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ കെട്ടഴിയാനാണ്. ലത്തീഫാണ് അതിൻ്റെ ഇതിലാണ് അത് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സിഹിർ സംബന്ധമായ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഇതെന്താണ്, ഒരു മരുന്നാണ്. അതുള്ള വലിയ നിഗൂഢതകൾ അതിലുള്ള കിടക്കുന്നത്. അപ്പൊ ഇന്നൊക്കെ നമ്മൾ മോചിതരാകാൻ അങ്ങനെ വല്ലതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ അടിസ്ഥാനമുള്ള തെളിവുള്ള കാര്യങ്ങൾ മാത്രം ഇതിലൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഈ വാട്സപ്പിലും മറ്റൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടാവും. പലതിനും എന്തുണ്ടാവില്ല, ഓരോരുത്തരും ഇങ്ങനെ കേട്ട് പറഞ്ഞത് അവിടെ ഒരു തുമ്പും ഉണ്ടാവില്ല. ഈ കലണ്ടറിൽ നാസ് പറയും പോലെ 4 കലണ്ടറിൽ നാസിന് നോക്കുകയാണെങ്കിൽ ഇനി നാസല്ലാത്ത ഒറ്റ ദിവസം ഉണ്ടാവില്ല. അച്ചടി പക്ഷൊക്കെ അങ്ങനെ ഒന്നുണ്ടാവും. പിന്നെ അത് അങ്ങനെ തന്നെയാണ് കയറ്റാണ് നോക്കാതെ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞവർക്കാവും. അപ്പൊ ഇതങ്ങനല്ല, നമ്മൾ കാണാത്തൊരു സംഗതി നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യൂല, പറയില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ വലിയ പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക. ഞാനിത് കിതാബിൽ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് അസുഖം വന്നപ്പോൾ നമ്മളെ ചില ഉസ്താദുമാർ എന്നോട് നിർദ്ദേശിച്ചത്, നമ്മളെ സാദാത്തുക്കളൊക്കെ നിർദ്ദേശിച്ച ഇതാണ്. അന്ന് എന്നോട് പറഞ്ഞു 3 സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇത് എല്ലാം എന്നോട് പറഞ്ഞത്. ഞങ്ങളൊരു 8-10 ആൾക്കാർ വൈകാണ്ടാണ് ചെല്ലിയത്. അൽഹംദുലില്ലാഹ് സലാമത്തായി. അന്ന് ഞാനത് ഇതിന്റെ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അയിമ തന്നെ കൂടി. അപ്പോൾ സംഗതി ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതാവില് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല എല്ലാ മുസീബത്തുകളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനി അടുത്തായത് നോക്കൂ. ഖദ് ജാഅകും ബസ്വായിറു മിർ റബ്ബികും ഫമൻ അബ്സറ ഫലിനഫ്സി വമൻ അമിയ ഫഅലൈഹാ വമാ അന അലൈക്കും ബിഹഫീസ്. ഖദ് ജാഅകും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ബസ്വായിറു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകൾ വന്നു കിട്ടിയിട്ടുണ്ട്. ഫമൻ അബ്സറ ഫലിനഫ്സി,
അങ്ങനെ ഉൾക്കാഴ്ചയോടുകൂടെ ആര് അത് കാണുന്നുവോ അതിന്റെ ഫലം അവനിക്കാണ്. വമൻ അമിയ ഫഅലൈഹാ, ആര് ആ വിഷയത്തിൽ അന്ധനായോ അതിന്റെ തിക്തഫലവും അവനിക്കാണ്. വമാ അനാ അലൈക്കും ബിഹഫീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല 104 അവസാനം പറയാണ് എന്ത്? വമാ അന, നബിയോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, ഞാനല്ല. വമാ അന അലൈക്കും ബിഹഫീൽ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാത്ത് സംരക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു ചുമതലയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാല് ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇന്ന മാർക്കാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. പിന്നെ നിങ്ങളെല്ലാരെയും സ്വർഗത്തിന്റെ ആളുകളാക്കിയിട്ടാണ് മാറ്റുക, നിങ്ങളെല്ലാം നിലക്കും സംരക്ഷിക്കുക, അതൊന്നും കഴിയൂല. ഞാൻ പറഞ്ഞുതരും കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഈ ശേഷമുള്ള കുറച്ച് ആയത്ത് കൂടി പറയുമ്പോൾ പൂർത്തിയാവും ചെയ്യും, നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ വന്നിട്ടുണ്ട്. ശരിയാണ്, അല്ലാഹു തആല ഈ പ്രകൃതിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് നൽകി. അല്ലാഹു ഏകനാണ് എന്നുള്ളത് നോക്കൂ, അല്ലാഹു തആല ഏകനാണ് എന്നുള്ള രൂപത്തിൽ അത് മനസ്സിലാക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് തെളിവുകൾ അല്ലാഹു നൽകി. നേരത്തെ പല ആളുകളെയും നശിപ്പിച്ച കഥകൾ അല്ലാഹു തആല പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. ഒരു ദൂ ബഖിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. അതായത് ഖുർആനിൽ പറയുന്നുണ്ട്, പൂർവികരായ പല ആളുകളിലും പ്രവാചകന്മാർ വന്നപ്പോഴും അവരുടെ ഉമ്മത്തിൽ എന്തുണ്ടായില്ല? ഉലുൽ ബഖിയ. ഉലു ബഖിയ എന്ന് പറഞ്ഞാല് എന്താ വെച്ചാല് നല്ല പ്രവാചകന്മാരൊന്നും ആകണമെന്നില്ല, എന്നാൽ അതേ സമയത്ത് നല്ല പുണ്യവാന്മാര്, അവര് മരിച്ചു പോയാലും അവരെ മാതൃക അവിടെ അവശേഷിക്കും. അതാണ് ബഖിയത്ത് അറിയുന്നത്. അങ്ങനത്തത് പല സമൂഹത്തിലും ഉണ്ടായില്ല. അത് വലിയൊരു നഷ്ടമായി എന്നാണ്. നമുക്കൊക്കെ അത് ഉണ്ടായും ചെയ്തു. ഈ ഉമ്മത്തില് ധാരാളം ആളുകൾ, ഉദാഹരണത്തിന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, നമ്മൾ ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോൾ പല തരികിടകളൊന്നും നടക്കുന്നതുകൊണ്ട് വേഗം തെറ്റിദ്ധാരണ വരും. ഇതെന്തോ അല്ല, അവരൊക്കെ അത്രമാത്രം അള്ളാഹുവിനോട് അടുത്തു, അവർക്ക് അതിന് മാത്രം ഇബാദത്തുണ്ടായിരുന്നു, അമലുകൾ ഉണ്ടായിരുന്നു. ഒരു ഷെയ്ഖാണ് നടക്കല്ല, ഭയങ്കര അമൽ അവർക്കുണ്ടായിരുന്നു, വലിയ അമലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കെന്താ, അവര് ഇട്ടേച്ച് പോയ കുറേ നല്ല കാര്യങ്ങൾ ഇനി അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ തന്നെ അങ്ങനല്ലേ, നല്ല മാതൃകൾ എത്രയോ ആൾക്കാരുണ്ട്. അവരെ കണ്ട് ഇസ്ലാമിൽ ഉറച്ചു നിന്നവരും നന്നായാലും എത്രയോ ആളുകളുണ്ടാവും, മാതൃകാപരമായി. അത് പൂർവീകരിൽ പലർക്കും പലപ്പോഴും ഉണ്ടായില്ല. ജനങ്ങൾ ഇങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ പോയി. ഇത് പ്രത്യേകം എടുത്ത് പറയാം. അപ്പോൾ ആ ഒരു നല്ല അവസ്ഥയ്ക്ക് വരണമെങ്കിൽ ഒരു തെളിവ് ഒരു സ്വീകരിക്കാൻ ഞാൻ തയ്യാ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു തആല പറയും, നിങ്ങൾക്ക് ഒരുപാട് രേഖകൾ വന്നു, തെളിവുകൾ വന്നു. ഉൾക്കാഴ്ച വേണം, എന്നാലും സ്വീകരിക്കാൻ പറ്റില്ല. കാഴ്ച ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കാഴ്ച അബൂജഹലിന് കാഴ്ച ഇല്ലായിരുന്നു, അബൂലഹബിന് കാഴ്ച ഇല്ലായിരുന്നു, നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്തില്ല, അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതേ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു കാഴ്ച ഇല്ലായിരുന്നു, പക്ഷെ എന്തുണ്ടായി? ഉൾക്കാഴ്ച ഉണ്ടായി. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കാഴ്ച പറ്റ നഷ്ടപ്പെട്ട സന്ദർഭങ്ങളിലും ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഉൾക്കാഴ്ച ആർക്കുണ്ടോ അതിന്റെ ഫലം അവർക്കാണെന്ന് പറഞ്ഞാല്, ഉൾക്കാഴ്ച ഉള്ളവന് റബ്ബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കും. അതിനെ എന്ത് വന്നാലും അവനെന്ത് ചെയ്യില്ല, പിന്മാറൂല. ഉൾക്കാഴ്ച ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതിന് ആദ്യം പറഞ്ഞത് വേണം, അള്ളെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ മിഞ്ഞാന്ന് മധ്യപ്രദേശിൽ ഒരു ഹോസ്പിറ്റലിൽ നടന്ന സംഭവം കണ്ടില്ലേ? ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ ഇവനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. ഇവന്റെ ഭാര്യനോട് ഡോക്ടർമാർ പറഞ്ഞത് ആള് വളരെ സീരിയസ് ആണ്, കോമയിലാണെന്നാണ്. അങ്ങനെ ബില്ല് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ 1 ലക്ഷത്തിന്റെ. അങ്ങനെ ഇത് അറിയുന്നുണ്ട്, ഇവനൊരു കുഴപ്പമില്ല. അവിടെ രസം, മധ്യപ്രദേശിൽ ഇപ്പം മിഞ്ഞാന്ന് നടന്നാണ്. അതിൽ ഇവന്റെ മേലെ ആകെ കുറെ വയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവെല്ലാം അറിയണ്ടല്ലോ, അവിടെ നടക്കേണ്ട സംഗതികളൊക്കെ വർത്താനങ്ങളൊക്കെ കേൾക്കണം. അവനൊരു കുഴപ്പമില്ലല്ലോ. പക്ഷെ ഡോക്ടർമാര് പുറത്തു വന്നാണ്ട് ഭാര്യനോട് പറഞ്ഞത് ആള് വളരെ സീരിയസ് ആണ്,
ഒന്നിനും കഴിയൂല. ഇവനെന്താ ചെയ്ത വെച്ചാല് മേത്ത് കടിപ്പിച്ച ഈ വയറടക്കം ഇറങ്ങി ഓടി. അവിടെ വലിയൊരു പൊട്ടത്തരം എന്താ വെച്ചാല് ഡോക്ടർമാർ പത്രസമ്മേളനം നടത്തിയത് ആശുപത്രിയെ അപകീർത്തിപ്പെടുത്താൻ ആണ് അയാൾ ഓടിയത് എന്നാണ്. അപ്പോൾ ഓല് ആദ്യം പറഞ്ഞു അയാൾ കോമയിലാണ്, അനങ്ങാൻ കഴിയൂലാണ്, അയാളെ ഓടിയതോ. എന്തൊക്കെ നമ്മൾ വാർത്തയൊക്കെ ഒരു ഡോക്ടർ വള്ളടിച്ച് കണ്ട് കാട്ടണില്ലേ? നമ്മളെ നാട്ടില് എവിടുക്കാ നമ്മളെ നാടെത്തേണ്ട? ഇവന്റെ അടുത്തൊക്കെ നമ്മൾ ഓപ്പറേഷന് എന്നാല് കോട്ടക്കല് ഡോക്ടർ ഉണ്ടല്ല, ഞങ്ങൾ ആരെ നമ്മളിനി വിശ്വസിക്കല്ലേ? ആരെ നമ്മൾ വിശ്വസിക്കുക? നമ്മൾ ഈ ഡോക്ടർമാരോടൊക്കെ നമുക്ക് ഭയങ്കര ബഹുമാനമുള്ളൂ. അങ്ങനെ ബഹുമാനമാണ്. കാരണം എന്താ വെച്ചാല് ഓല് എത്ര ആത്മാർത്ഥമായിട്ടും ഇതൊന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉത്തരവാദിത്വത്തോടെ കൂടെ. പക്ഷെ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെ പോവുക? ആ കത്തിരിയും പഞ്ഞിക്കെട്ടും ഒക്കെ വെക്കും, ഓലെല്ലാം വെക്കും. അപ്പൊ അവിടെയൊക്കെയാണ് നീ നോക്കിക്കോളി. നിങ്ങൾ ഇപ്പൊ ആ ടീച്ചർ പറഞ്ഞല്ലോ 6 വയസ്സാവുമ്പോഴേക്ക് എന്ത് കൊടുക്കണം? ഈശ്വര ചിന്ത കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾ നന്നാവില്ല എന്നാണ്. ഇപ്പൊ ഭയങ്കര ചർച്ചയാണ്. എന്താ പറയുക, കൗമാരക്കാരെങ്ങനെ നന്നാക്കണം? ഞാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ കുട്ടിന്റെ 2 കാലിങ്ങനെ പിണഞ്ഞു നീനും പ്രസവത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ അതിന് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ എന്ത് ചെയ്തു, പിന്നെ ഈ കുട്ടിക്കൊരു സ്പെഷ്യൽ ഇതുണ്ടാക്കണം, ചെരുപ്പ് ഉണ്ടാക്കണം, അതിന് നല്ലൊരു സംഖ്യ വരും എന്നൊക്കെ പറഞ്ഞപ്പോ അത്ര 2000 പറഞ്ഞു വന്നു. അപ്പൊ ഇയാള് പറഞ്ഞു അത്രേ എനിക്കിന് കഴിയൂല 2000-നൊന്നും. അപ്പോ ഡോക്ടർ ഇതില്ല ഞാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞ പോലെ ഡോക്ടറെ നിങ്ങളെ ഭാര്യയല്ലേ എന്നിട്ട് കുടുംബം തെളിയിച്ചു. മനസ്സിലായി? ഡോക്ടറോട് കുടുംബം അതില് ഡോക്ടർ പോലെ അങ്ങനെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വെല്ലെങ്ങനെ ഉരുണ്ടാകുന്ന പോലെ ഒരു കാര്യം ചെയ്യും. 2 പിന്നെ ഹവായി ചെരുപ്പ് വാങ്ങി, ഈ കുട്ടിക്ക് പാകമുള്ള 2 ഹവായി ചെരുപ്പ് വാങ്ങാം. എന്നിട്ട് ഇടത്തെ കാലിന്റെ വലത്തെ കാലിനും വലത്തെ കാലിന്റെ ഇടത്തെ കാലിനും ഇട്ട് കൊടുത്താൽ മതിയാണെന്ന് പോലെ. ഇത് ശരിയാവുന്നതാണോ? അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? കുടുംബം തെളിയിച്ചുകൊണ്ട് അയാൾക്ക് 2000 രൂപ കിട്ടി, ഒരു 75 രൂപ. അങ്ങനെ ഇട്ടുകൊടുത്തപ്പോൾ ഇത് ശരിയായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ നടക്കാൻ പറഞ്ഞ പോലെ. അത്രേ ഉള്ളൂ സംഗതി. എന്ന് പറഞ്ഞാർക്ക് ഇവിടെ ഇപ്പൊ കൗമാരക്കാരഞ്ഞി എങ്ങനെ നന്നാക്കണം പെരും ചർച്ചയൊന്നും വേണ്ട. നല്ല പൊളിഞ്ഞുള്ളിലുണ്ടായാൽ മതി. മാഷന്മാർക്കും ഉസ്താദ്മാർക്കൊക്കെ ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് മുമ്പ് അടിക്കാളാവും. ഇപ്പൊ ഈ ബാലാവകാശ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കുട്ടികളതാണ് വല്ല മൂക്കെടുക്കണ്ടേ? ഇവരോടൊന്നും പറയാൻ പറ്റൂല. ബാപ്പാക്കും ഉമ്മാക്കും സ്ഥാനമില്ല, സർക്കാരിന്റെ കുട്ടികൾ. അതാണ് പ്രശ്നം. നമ്മളൊക്കെ ഇപ്പൊ സ്കൂൾ പഠിക്കണ്ട. ഞങ്ങൾക്കൊരു മയമാരി മാഷന്റെ വേറെ ടീച്ചർമാരെന്നെ പറയാം, മയമാരി മാഷ വിളിച്ചണോ ചോദിക്കും. വേണ്ട മൂപ്പരാ ചോറിലേറ്റും വന്നാൽ എല്ലാം കിട്ടും. ഒരു വാപ്പിയും പരാതി അറിയാൻ പോവില്ല, ഓൽക്കും കിട്ടും ചിലപ്പോൾ. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ നന്നാവുന്നേ നോക്കി. അധ്യാപകന്മാരൊന്നും ഒരിക്കലും കുട്ടികളെ വെറുതെ തല്ലൂല. ഒരു അധ്യാപനം തല്ലൂല. ഒറ്റപ്പെട്ട ചിലപ്പോ ഉണ്ടാവില്ല. അതെന്നെങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അധ്യാപകർ പറഞ്ഞാൽ അങ്ങനെയാണ്. ആ കുട്ടികളോട് ഭയങ്കരതായിരിക്കും. ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അടിക്കേണ്ടത്. അത് തൊലി പൊട്ടേ എല്ല് പൊട്ടൊന്നും ചെയ്യൂല. അത് നന്മക്കാണ്. ഡോക്ടർമാർ പഥ്യം നിർദ്ദേശിക്കും പോലെയാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് മോശം തോന്നിയാലോ അത് പിന്നീട് ഹൈറാകുക ചെയ്യാം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എന്തൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോ ഉള്ളിൽ ഒരു പേടിയില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. അള്ളാന്നുള്ള ഒരു ചിന്തനം വരുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാ മേഖലയിലും നമ്മളിത് കാണാണ്. എല്ലാ മേഖലയിലും വർജനകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഇതിന്റെ ഒരു കൂത്തരങ്ങ് എന്ന് പറയാം. അതാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒക്കെ വേണ്ട എന്താ വെച്ചാൽ ഇതാണ്, അള്ളാഹുവിൻ്റെ ഭയമാണ്. അത് വേണം. അതുണ്ടായാൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോ അതിന് വേണ്ട എല്ലാ തെളിവുകളും ഉൾക്കാഴ്ചയുള്ളവർക്ക് എടുക്കാൻ കഴിയും. എടുത്തോ, അതിന്റെ ഫലം അവനിക്കാണ്. ഇല്ലേ അതിനെ അവഗണിച്ചോ, അതിന്റെ ബുദ്ധിമുട്ടും അവനക്ക് തന്നെയാണ് വരാനുള്ളത്. വമാന അലൈക്കും ബിഹഫീദ്, അങ്ങനെ പറയാൻ വേണ്ടി നബിയോട് കൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ആ സംരക്ഷണം ഏറ്റെടുത്ത ആളൊന്നുമല്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ നോക്കി നിങ്ങളെല്ലാവരും ഹിദായത്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയുമല്ല. ഒക്കെ പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ ഒറ്റടിക്ക് പറഞ്ഞു കൊടുക്കുക, അത്രേ കഴിയുള്ളൂ. വകദാലിക നുസർറിഫുൽ ആയാത്ത്, അപ്രകാരം നാം ആയത്തുകളെ വിശദീകരിക്കുകയാണ്. ഖുർആന്റെ വചനങ്ങളെ അപ്രകാരം നാം വിശദീകരിക്കും.
എന്നിട്ടോ ഇതെന്തിനാണ് ഇങ്ങനെ? വലിയഖൂലൂ ദറസ്ത. അല്ലാഹു തആല പറയാണ്, അതെന്തിനാ അറിയോ? നബിയെ, അങ്ങേക്ക് നാം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരും, ആയത്തുകളെ സവിസ്തരം. എന്തിനാണത്? വലിയഖൂലൂ ദറസ്ത. അപ്പോ ആ സത്യനിഷേധികളായ ആളുകൾ, എതിരാളികൾ താങ്കളെ പറ്റി പറയും, ഇത് ആരോ, ഇയാളിത് പഠിച്ചു വന്ന് പറയാണ്, അള്ളാഹുവിൽ നിന്നൊന്നുമല്ല, പഠിച്ചു വന്ന് പറയാണ്. അങ്ങനെ പറയട്ടെ, അതിനെന്നെയാണ് നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. അറിവുള്ള ഒരു ജനതക്ക് ഞാനത് വിശദീകരിച്ചു കൊടുക്കാനും, അറിവുള്ള ഒരു കൂട്ടർക്ക് ഒരു കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓൽക്കത് ശരിക്ക് വ്യക്തമാവും. അല്ലാത്തവൻ പറയും ഇത് പഠിച്ചു വരികയാണ്, ദർസ് അറിയില്ലേ, അതെന്താ അറിയങ്ങൾ, ഇത് അവിടെ മാത്രം അർത്ഥം വെച്ചാല് ഒരു പിടുത്തം കിട്ടൂല. ഇതിനെ സംബന്ധിച്ച് വിശദീകരണം കിടക്കുന്നത് നഹ്ൽ സൂറത്തിലാണ്. നഹ്ൽ സൂറത്തില് 103-ാം ആയത്തില് ഇതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. സൂറത്തുൽ നഹ്ൽ 103. അതിൽ ഏറ്റവും മുകളിലായിട്ട് 103-ാമത്തെ ആയത്ത്, അതാണ് ആ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ نَعْلَمُ أَنَّهُمْ يَقُولُونَ إِنَّمَا يُعَلِّمُهُ بَشَرٌ لِسَانُ الَّذِي يُلْحِدُونَ إِلَيْهِ أَعْجَمِيٌّ وَهَذَا لِسَانٌ عَرَبِيٌّ مُبِينٌ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി തരുമ്പോൾ ഇവർക്കറിയാലോ അത് സത്യമാണെന്നുള്ളത്. മാത്രമല്ല, അന്ന് വലിയ സാഹിത്യകാരന്മാരുള്ള കാലാണ്. നിരക്ഷരനായ നബിതങ്ങൾ ഇത് ഓതിത്തരുമ്പോൾ ഇത് അള്ളാന്റെ ആണെന്ന് ഉറപ്പിക്കുക, നബിയെ കൊണ്ട് ഓതിപ്പിക്കണം. എന്നാൽ ഇവർക്കിത് അള്ളാന്റെതാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കണ്ടേ? അപ്പൊ ഇവരെന്ത് ചെയ്തു? പിന്നെ ഒരാളെ, അതായത് അയാള് ശരിക്കും അറബി അല്ലാത്ത ഒരാളുണ്ട്, വേദക്കാരുടെ ഒക്കെ കൂട്ടത്തിൽപ്പെട്ട ഒരാള്. അയാളാണ് ഇതെന്ത് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെടുത്ത് പോയിട്ട് അയാള് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെ പറയാണ് എന്ന് ഇവർ പ്രചരിപ്പിച്ചു. അപ്പൊ അള്ളാഹ് മറുപടി കൊടുക്കുകയാണ്. ഇതിങ്ങനെ വെറുതെ ഇല്ലാത്തത് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പൊ മുത്തുനബിയെ ശാന്തനപ്പെടുത്തുകയാണ്. വലഖദ് നഅലമു, നാം അറിയുന്നുണ്ട്. അല്ലാഹ് പറയാണ്, അന്നഹും യഖൂലൂൻ, അവർ പറയുന്നുണ്ട്. എന്ത്? യഖൂലൂന, അവർ പറയുന്നു, ഇന്നമാ യുഅല്ലിമുഹു ബശർ, മുഹമ്മദ് നബിക്ക് ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമി, ഏതൊരാളിലേക്ക് ചേർത്തിയിട്ടാണോ അവർ ഈ ജൽപ്പനം നടത്തുന്നത് അയാള് അനറബിയാണ്. വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ, ഈ ഖുർആനാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയിലുമാണ്. പിന്നെ എങ്ങനെ ഇത് ശരിയാകാം? അറബി ഒട്ടും അറിയാത്ത ഒരാള്, അയാളെ പറ്റി ഇവര് പറയേണ്ടത് അയാളാണത് പറഞ്ഞു കൊടുക്കേണ്ടത്. അയാൾ അനറബിയാണ്, അയാൾക്ക് അറബി അറിയില്ല. നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനറിയാം, എഴുതാനും വായിക്കാനും നബിക്കും അറിയില്ല. അങ്ങനത്തെ നബിതങ്ങള്, അറബി മാത്രം പറയാൻ അറിയുന്ന നബിതങ്ങള് ആലെടുത്ത് പോയിട്ട് എങ്ങനെ പഠിക്കും? ഇത് രണ്ടും ശരിയല്ല. ഇതാണ് ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തിൽ പറയുന്നത്. നബിയെ, അങ്ങേക്ക് നാം ആയത്തുകൾ ഇങ്ങനെ വിശദീകരിച്ചു തരും. എന്തിനാ അറിയങ്ങള്? നമ്മൾ ചിലപ്പോൾ പറയല്ലോ, പിന്നെ ഖുർആൻ ഒരായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഖുർആൻ കാരണം ഒരു കൂട്ടർ ഉയരും, ഒരു കൂട്ടർ താഴും. ഒരു കൂട്ടർ ഖുർആൻ കാരണം നന്നാവും, ഒരു കൂട്ടര് നന്നാവൂല. ഓല എന്നെ വളച്ചൊടിച്ച് പല നിലക്കുവാക്കിയിട്ട് എന്ത് ചെയ്യും? ഒരു കേടന്നു പോകും. നമ്മൾ കാണുന്നുണ്ടല്ലോ ഖുർആന്റെ പല ആയത്തുകളെയും വളച്ചൊടിച്ചിട്ട്. അപ്പൊ ഇവിടെ പറയുന്നു അതന്നെയാണ്, നബിയെ അങ്ങേക്ക് നാം കാര്യങ്ങൾ വിശദീകരിച്ചു തരും. അതെന്തിനാ? വലിയ യഖൂലൂ ദറസ്ത, അവര് പറയട്ടെ, എന്ത്? അങ്ങ് പഠിച്ചു പറയാണ്. അങ്ങ് പഠിച്ചു പറയണെന്ന് പറഞ്ഞാല് ആ പറയപ്പെട്ട വ്യക്തിന്റെ അടുത്ത് പോയി കണ്ട് അയാൾ ഇങ്ങനെ പറയേണ്ടത് തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ള രൂപത്തിൽ പറയാണ്.
എന്തല്ല, ദൈവീകമല്ല, ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് വരുത്തി തീർക്കുക. ഓലങ്ങനെ പറയട്ടെ. അതേസമയം അതിനെന്നെ നമ്മൾ ഇതാക്കി തന്നത് ഒരു കൂട്ടർ അങ്ങനെ പോകും. വലിനുബയ്യിനഹു ലിഖൗമി യഅലമൂൻ, വിവരമുള്ള ഒരു ജനതക്ക് നാം ഇത് വിശദീകരിക്കാനും ഓൽക്ക് ഇത് വ്യക്തമാക്കി കൊടുക്കണം. ഒരു കൂട്ടർ എന്തായിരുന്നാലും അവർക്കിത് ഉപകാരം ഉണ്ടാവും. നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ചില ഇതൊക്കെ വെച്ചാൽ കുട്ടികൾ പറയും, എന്തിനാണ് ഈ കയ്പങ്ങയൊക്കെ? എനിക്ക് വേണ്ട, ഇതൊന്നണ്ട. അവിടെ വരുന്ന ആൾക്കാർക്ക് ചിലർക്ക് അതില്ല, ഞാൻ പറ്റൂല, ഓൽക്ക് ഭയങ്കര ഇഷ്ടീകാരം. അങ്ങനെ നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ. പറ്റാത്തവന്ന് സ്വീകരിക്കണ്ട. ഇതന്നെ തെളിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നില്ല, എന്നാ പോട്ടെ. അപ്പൊ ഇവിടെ വകദാലിക നുസർരിഫുൽ ആയാത്ത് എന്ന ഖുർആന്റെ വചനങ്ങളാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഖുർആന്റെ വചനങ്ങൾ ഇങ്ങനെ കുറെ തത്വങ്ങളും ചരിത്രങ്ങളും ഇതിങ്ങനെ പറയല് മാത്രമല്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇബാദത്ത് എന്താ അറിയോ? ആ ഖുർആൻ നമ്മൾ നല്ല ഓതുക എന്നുള്ള അതിന്റെ ടൈമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്നാലും നല്ലോണം ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ ദോഷം പൊറുക്കേണ്ട കാര്യം പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരാള് ഒറ്റ ഇരിപ്പിന് 50 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹ് സൂറത്ത് ഓതിയാൽ 50 കൊല്ലത്തെ അവന്റെ ചെറുദോഷങ്ങൾ ഞാൻ പുറത്തെടുക്കും, അള്ളാഹു പുറത്തേരും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരു 10-20 കൊല്ലത്തിന്റെ ഇടയിൽ 50 കൊല്ലം എന്ന് പറഞ്ഞാല് വലിയ സംഭവമല്ലേ. നമ്മളാ കൗമാരണം കഴിഞ്ഞിട്ട് ഒരു 15 കഴിഞ്ഞിട്ട് ബാക്കി 50 കൂട്ടിയാക്കി ജീവിതം മുഴുവൻ എന്ന് പറയാം. ആ 50 കൊല്ലത്തിന്റെ ഇടയിൽ വന്ന ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ 8 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് മതി. 50 കൊല്ലമല്ലോ പറഞ്ഞാൽ എത്ര കാലം ടൈം എടുക്കും? 50 അൽബക്കറാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. 50 കുൽഹുവല്ലോ എന്താ ടൈം? കുറഞ്ഞ ടൈം മതി. അതതിൻ്റെ മട്ടം പോലെ നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്ക് 50 പ്രാവശ്യം ഓതാൻ 10 മിനിറ്റ് വേണ്ട. എപ്പോഴേലും ഒരു ടൈം ഇട്ടാൽ രാത്രി കിടക്കുമ്പോഴൊക്കെ ആക്കിയാൽ വളരെ നന്നായി കിടക്കും. പിന്നെ 100 സുന്നത്തുണ്ട്, ഹദീസിൽ പറയുന്നുണ്ട്. മരണത്തിൻ്റെ ആ തൊട്ട് മുമ്പ് ഒരാൾക്ക് ഖുൽ ഹുവല്ലാഹ് സൂറത്ത് കുറച്ച് ഓതാൻ കഴിഞ്ഞാൽ നല്ല മെച്ചേകാരം. രോഗം സന്ദർശിക്കാനൊക്കെ പോയ ഇങ്ങനത്തെ പോയിന്റൊക്കെ പറഞ്ഞു കൊടുക്കി. രോഗം സന്ദർശിക്കാൻ എന്നാൽ അയാളിങ്ങനെ പറയും ചിലപ്പോൾ നമ്മളോട്, വയ്യ, ആകെ വിഷമപ്പതൊന്നുമല്ല, ഇബാദത്തൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, എന്നെ ഞാൻ എല്ലാ കളിയും കളിച്ചു. അപ്പോൾ പോയോൻ പറയാണ്, ഞാൻ അപ്പം അതന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ പറയും. അപ്പൊ മറ്റേ ആൾക്ക് ഭയങ്കര ടെൻഷനാകുക ചെയ്യാം, അങ്ങനെ ടെൻഷനാകുക ചെയ്യാം. എന്നിട്ട് തലകൊണ്ട് ഒരു 25 ആട്ടിലൊക്കെ ആട്ടിയാലേ മറ്റേ ആൾക്ക് അപ്പം തന്നെ ഉണ്ടാവും, അടുത്ത വേദന വരും. അതൊരിക്കലും പറയരുത്. നല്ല ചിന്ത ഉണ്ടാക്കണം. അതിനാണ് രോഗസന്ദർശനം പുണ്യായത്. അപ്പൊ നമ്മൾ പറയണത്, അതൊന്നും ചിന്തിക്കണ്ട, അള്ളാഹു കാരുണ്യവാനാണ്. അന്നടങ്ങാറാക്കിയിട്ട് പഠിച്ചനം തീട്ടാനാടാ അറ്റച്ച് പറയണ്ട, ഒന്നുമില്ല, അജ് നല്ല ഇതൊക്കെ ഇങ്ങനെ ചെല്ലിക്കോ, ദിക്റൊക്കെ ചെല്ലിക്കോ, കുൽഹുവല്ല കുറച്ച് ഓതിക്കോ. അപ്പൊ നമ്മൾ ആ സന്ദർശനം ഓൽക്കൊരു കാര്യമാവും. എപ്പോഴും ഗുരുതരമായ രോഗം ബാധിച്ച ആളുകളുടെ അരികെത്തുമ്പോൾ ഒരു വിഷമം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പറഞ്ഞു കൊടുക്കണം, പോസിറ്റീവായിട്ട് പറയണം. ഒരു ചിലപ്പോൾ നല്ല കളി കളിച്ചിക്കും, അതുകൊണ്ടാണത്. പക്ഷെ എന്നാലും ഇതൊക്കെ ഇപ്പൊ റബ്ബ് ഇത് പൊറുക്കാൻ മാത്രമുള്ളല്ലോ. ഒരാളെ മനസ്സിക്കല്ല അള്ളാന്റെ നോട്ടം. ഹക്കടപാടെ ബേജാറാകാനുള്ളൂ. നമ്മൾ തമ്മിലുള്ള ഹക്കുകളാണ് പടച്ചോനെ. നാവോണ്ടുള്ള വലിയ പ്രശ്നം എങ്ങനെ ഇതൊക്കെ പറഞ്ഞു തീർക്കുക? പൈസ കൊടുക്കാനുള്ളൊക്കെ ചിലപ്പോൾ കൊടുക്കും. അത് കിട്ടാനുള്ളവരൊക്കെ ചിലപ്പോൾ മക്കളോടൊക്കെ ചോദിക്കും, എനിക്ക് 2000 ഉണ്ടതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ മതിയിട്ടോ എന്നൊക്കെ പറയും. പക്ഷെ ഈ വാക്കുകൊണ്ടുള്ള ആൾക്കാർ മനസ്സിൽ വെക്കും. കുറെ ആൾക്കാരൊക്കെ പുറത്തെടുക്കും. മയ്യത്ത് മുന്നിൽ വെച്ച് പറയുമ്പോൾ എല്ലാവർക്കും മരിച്ചേണ്ട എന്തിയാണ് ഉസ്താദ് കുറെ നിലവിളിച്ചും പറഞ്ഞുകാണ്ട് അത് കേട്ടുകാണ്ട് ചിലർ മനസ്സിൽ കരുതും, മോലെ രംഗത്ത് വേണമെങ്കിൽ പുറത്തോളി, ഞാൻ പൊറുക്കൂല, കാരണം ഇന്നെ അങ്ങനെ പറഞ്ഞിക്കണോന്ന്, അവിടെ കിടക്കട്ടെ അറിയും. അതിനൊന്നും നമ്മളെ ഇടവരുത്തണ്ട. ബാക്കിയുള്ള റബ്ബിനോട് ബന്ധപ്പെട്ടുണ്ടല്ലോ, അതിന് പല വഴിയുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ സൂചിപ്പിച്ചെന്തറിയോ, റമളാനാണല്ലോ. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് കുറച്ചൊന്നാണ് കനം കൂട്ടുക റമളാനില്. ഒഴിവിനനുസരിച്ചൊക്കെ ഇങ്ങനെ ദിക്റുകളും സലാത്തുകളും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട സൂറത്തുകൾ കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് ഖുൽ ഹുവല്ലാഹ്. നമുക്ക് ലൈലത്തുൽ ഖദ്റൊക്കെ വരുമ്പോൾ പ്രത്യേകം ഹദീസിലൊക്കെ വന്ന കുറേ ഉണ്ട് കാര്യങ്ങൾ, ആയത്തുകൾ സൂറത്തുകളെന്ന് പ്രത്യേകം പരിഗണിക്കേണ്ടത്.
അതത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പറയാം. എന്തായിരുന്നാലും നമ്മൾ അള്ളാഹുവിൽ നല്ല വരുമാനം കിട്ടാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. നബി തങ്ങൾ പറഞ്ഞ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഈമാന് പറഞ്ഞല്ലോ, നമ്മൾ ഈ ഉൾക്കാഴ്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈമാനുള്ള ഒരാളുടെ ഈമാന് പുറത്തേക്ക് അതിന്റെ പ്രഭ കാണാനുള്ള ഏക പോംവഴി എന്താ? ഖുർആൻ ഓതാന്നുള്ളതാണ്. നബി തങ്ങൾ അതിന് ഉദാഹരണം പറഞ്ഞത്, നിങ്ങൾ ഓറഞ്ച് പോലെയാകണം, നിങ്ങൾ ഒരിക്കലും കാരക്ക പോലെയാകരുത്. രണ്ട് ഉപമ പറഞ്ഞിട്ടുണ്ട്. ഓറഞ്ച് നല്ല മണാണ്, നല്ല മധുരമാണ്. ഇതുപോലെയാണ് മധുരം ഈമാനിലേക്ക് അറിയിക്കുകയാണ്. ആ വാസന അത് ഖുർആൻ ഓതിലേക്കും. എന്നാൽ ഒരാൾ ഈമാനൊക്കെ ഉണ്ട്, പക്ഷെ ഖുർആൻ ഓതാൻ നേരം കിട്ടലില്ല. ഓനെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് കാരക്ക പോലെയാണ്. കാരക്കക്ക് മധുരമുണ്ട്, വാസനയില്ല. കാരക്ക മൂക്കിനോട് ചേർത്തി വെച്ചവിടെ കാരക്ക ഉണ്ടെന്നൊന്നും അറിയില്ല. ഓറഞ്ച് അങ്ങനല്ല. ഓറഞ്ചിന് നല്ല സുഖമുള്ളൊരു മണാണ്. വല്ലാതെ നമുക്ക് ചിന്തിക്കേണ്ട, തൊള്ളിയിൽ വെള്ളം വരും. മാത്രം രാവിലെ ചായ അടിക്കാതെ പോകുന്നതാണ് അതിന്റെ സ്വഭാവം. അതാണ്. മാത്രമല്ല, ഇന്നിപ്പോ ഒരു ചായ കിട്ടൂല എന്ന് കൂടിയും തോന്നുമ്പോൾ നമുക്ക് കൂടുതൽ ദാഹമായി കിടന്നു. ഞാൻ തന്നെ ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങോട്ട് നോക്കുകയാണ്. നമ്മളാ മറ്റേ തന്നെ അത് ഞാൻ ശരിയായി കിട്ടുമ്പോൾ തന്നെ നോമ്പ് കയ്യും ചേച്ചും, നോമ്പ് കയ്യും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളോ. എന്തായാലും നമുക്ക് പഠിച്ചവനെ ഒരു ഊർജ്ജം തരാം കേട്ടോ. അപ്പൊ രാവിലെ ഒരു ക്ലാസ്, സാധാരണ നമ്മള് സുബൈക്ക് തണുത്ത അന്തരീക്ഷമാണെങ്കിൽ പോലും എനിക്ക് വെള്ളം വേണം ക്ലാസ് എടുക്കുമ്പോൾ. അപ്പൊ സുബൈ ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഞാൻ അടുത്ത ക്ലാസ് കൊണ്ടുപോട്ടിയാണ് കഴിയും. അങ്ങനെ എന്നാലും പ്രശ്നമൊന്നുമില്ല. നോമ്പല്ലാത്തത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയണില്ല. അത് അള്ളാഹു തആല ഒരു ഊർജ്ജം തരേണ്ടതാണ്. ചിലയിടത്ത് പിന്നെ സംഘാടകർ മൈക്ക് തീരെ ശരിയാക്കി തരൂല. ആക്ക് നിങ്ങൾക്ക് ഊർജ്ജം കിട്ടിക്കോളും തരിക. അപ്പാണ് നമ്മൾ പറഞ്ഞു തീരെ ക്ലിയർ ആക്കി തരില്ല ചിലയിടത്ത്. അങ്ങനെ ഉണ്ടാവല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച മഞ്ചേരി ഒരു ക്ലാസ്സിന് പോയി, നിങ്ങളോട് പറയുകയാണെങ്കിൽ അവിടെ ഭയങ്കര പബ്ലിസിറ്റി ഒക്കെ ചെയ്തു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ആൾക്കാർ കുറേ ഉണ്ട്, അറേഞ്ച്മെന്റ് തീരെ ചെയ്തില്ല. അറേഞ്ച്മെന്റ് ജഗവകല്ല പറയണ്ടേ. അവിടെ ആ പള്ളി ഉണ്ടാക്കിയ അന്നുള്ള ചെറിയൊരു ആമ്പിളി ഉണ്ട്. ആ ആമ്പിളി ഒന്നും ഇപ്പൊ കിട്ടൂല കേട്ടോ. അത് നമ്മള് പുരാവസ്തു കേന്ദ്രത്തിൽ കൊണ്ടേ കൊടുത്തെടുക്കും. അങ്ങനത്തെ ഒരു ആമ്പിളി ഉണ്ട്. ഒരു പഴയ മൈക്കുണ്ട്, അതിൻ്റെ അതൊക്കെ അങ്ങോട്ട് ആകെ തുരുമ്പിടിച്ചിട്ട് പോയിക്കുന്നു. പടച്ചനെ 5 മിനിറ്റ് കഴിഞ്ഞോടുകൂടെ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. ആകെപ്പടം ക്ഷീണം വന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞാനത് ആമറന്ന് വെച്ച് അടിക്കുമ്പോൾ അടിക്കാണ് ഞാനത്. അപ്പോൾ സംഘടന ഇപ്പൊ കൊണ്ടുവരുന്ന വെച്ചു മൈക്ക സെറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ അതൊക്കെ പടങ്ങൾ കൊടുന്നതൊക്കെ ഫിറ്റ് ചെയ്താവുമ്പോഴത്തിന് നേരം പോവില്ലേ, ആൾക്കാരെ ബുദ്ധിമുട്ടാക്കില്ല പോലെ. ഏതായാലും ഞാൻ ഇതിമ ഒപ്പിക്കാൻ കുറച്ചേരം പറഞ്ഞു വേണ്ടതായിരുന്നു. പിന്നെ അതിന്റെ പ്രശ്നം അടുത്ത ക്ലാസ്സിനൊക്കെ ബാധിക്കും, ബുദ്ധിമുട്ടാവും. എന്നാൽ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്തിട്ട് തവക്കലാക്കണമല്ലോ. എന്നാലും ഖുർആന്റെ ഒരു മഹത്വം കൊണ്ടാട്ടോ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ. അപ്പോൾ റമളാന് ഈ അവസരങ്ങൾ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ അടുത്താഴ്ച പറഞ്ഞാൽ അത്രയും നഷ്ടപ്പെടുന്ന എഴുതിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ നോമ്പർക്കണക്ക് എല്ലാവരും കൂടി ഇരിക്കുക, പെരിയിൽ ആ സിസ്റ്റം ഉണ്ടാക്കുക, എല്ലാവരും കൂടി ഇരിക്കുക. കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, നോമ്പർക്കും നല്ല റാഹത്തായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് നോമ്പർക്കും. അങ്ങനെ ഞങ്ങൾ നോമ്പർക്കുമ്പോൾ നമ്മൾ പരീക്ഷ കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ ഒരു തഫ്സീർ ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മളിങ്ങനെ ദിമ തന്നെ കൂടുമ്പോൾ നല്ല നല്ല പോയിന്റുകൾ കിട്ടുമ്പോഴേ അത് കൈമാറുകയാണ്. അപ്പോൾ അതിൽ പിന്നെ നമ്മളിപ്പോൾ ഖുർആനിൽ നോമ്പിനെ പറ്റിയ ഒരു ഭാഗത്താണ് കാര്യമായിട്ട് പറയുന്നത്. അതിൽ അൽ-ബഖറയിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ള നോമ്പിനെ പറ്റി ആ പറഞ്ഞ ആയത്തുണ്ടല്ലോ, 2-3 ആയത്ത് വൈക്ക് വഴിയുണ്ട്. ആ ആയത്ത് കഴിഞ്ഞ ഉടനെ ആയത്തുണ്ട്. ഏതാ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. ആ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? പിന്നെ നബിയെ, ആളുകൾ എന്നെ പറ്റി താങ്കളോട് ചോദിക്കും, ഓരോട് പറഞ്ഞോണ്ടി ഞാൻ വളരെ സമീപസ്ഥനാണ്, അവരെന്നോട് ദ്വാരുന്നോട്ടെ, ഞാൻ കൊടുത്തോളാം. ഇതാണ് ഇവിടെ വിഷയം. എന്താ വെച്ചാല് ഈ ആയത്തിറങ്ങിയ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറയാണ്, ഇതാ നോമ്പിനെ പറ്റി പറഞ്ഞതിന്റെ താഴെ കൊടുക്കണം. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അത് അവിടെ ഫിറ്റ് ചെയ്തു. അതിന്റെ കാരണം പറയേണ്ടത് എന്താ അറിയോ? നോമ്പുകാരുടെ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടുന്നുള്ള സന്ദേശം കൊടുക്കാനും നോമ്പ് തുറന്ന ഉടനെ പ്രത്യേകം കിട്ടുന്നതാണ്. ഞാൻ പറയണ്ടേ, നമ്മൾ കുട്ടികളായിട്ടൊക്കെ നോമ്പറക്കുമ്പോഴേ കുട്ടികൾ ചിലപ്പോൾ പറയും,
പരീക്ഷക്കായിട്ട് ഭക്ഷണത്തിനൊരു ടേസ്റ്റ് ഇട്ടുന്നില്ല, അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം ഇനി പറഞ്ഞെടുത്തളേ, നോമ്പ് തുറന്ന ഉടനത് വരയ്ക്കാം. അതിനിപ്പോ വലിയ മൈക്കൊന്നും വേണ്ടല്ലോ, ആരും അറിയും വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പടച്ചോൻ എൻ്റെ പരീക്ഷയിലൊക്കെ എല്ലാം വിജയിപ്പിക്കട്ടോ. അത് ഉത്തരം കിട്ടുന്ന ഉറപ്പാ, ആ ഉത്തരം കിട്ടും. നല്ല ടൈമാ. നബി തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ ഉണ്ട് ആ വിഷയത്തിൽ. നോമ്പ് തുറന്ന ഉടനുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നറിയിക്കാനാണ് ആ ആയത്ത് അവിടെ കൊടുത്തിരുന്നത്. ഇന്നു മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ കുറെ ഇങ്ങനെ ഒച്ചപ്പുഴി ഉണ്ടാക്കി പറയണമെന്നൊന്നുമില്ലേ. നിങ്ങൾ വെച്ചോക്കി, ആ ഒരു മാനസികാവസ്ഥയോട് കൂടെ ഇങ്ങനെ ഇരുന്നാ പോരെ. ഭക്ഷണം കഴിച്ചോട്ടെ നമ്മള് ആ സമയത്തും. പക്ഷെ നമുക്ക് ആ സമയത്ത് ഒന്നും ഓർമ്മ, ചെല്ലാളൊന്നും ഓർമ്മ വരൂല. അപ്പോൾ അമ്മാതിരി ദാഹികാരം, ഒരു യുദ്ധകാരം ആ സമയം. അതാണ് പ്രശ്നം. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, നല്ല രസമാണ് ആ സമയത്ത് എല്ലാം നിൽക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഈ കാര്യം എന്ത് പറഞ്ഞത്, നോമ്പുകാർക്ക് രണ്ട് സന്തോഷമാണ്. ഒന്ന് തുറക്കുമ്പോ, ഒന്ന് റബ്ബിനെ കണ്ടുമുട്ടുമ്പോ. നോമ്പിന്റെ പേരിൽ അള്ളാഹ് വലിയ പരിഗണന നൽകും നാളെ പരലോകത്ത് വെച്ച്. കാരണം എന്താ പറയുക, ദുന്യാവിന്റെ ആകെ തുക മഹാന്മാര് പറയുന്നത് മൂന്നെണ്ണാണ്. ദുന്യാവിന്റെ ആകെ, ഒന്ന് ഭോഗം, ഒന്ന് ഭക്ഷണം കഴിക്കുക, മൂന്നാമത്തത് വെള്ളം കുടിക്കുക. ഈ മൂന്നിനും നോമ്പിന് കടിഞ്ഞാണിട്ടു. അവിടെ അല്ലേ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെടുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. അയിമലാണ് ദുന്യാവിന്റെ ആകെ. അതിനാണ് മനുഷ്യന്റെ ജീവിതം. അതിനാണ് തടയിട്ടത്. സുബഹി മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹി മുതൽ മഗ്രിബ് വരെ. അള്ളാഹു തന്നെ ഖുദ്സിയ ഹദീസിൽ പറയുന്നുണ്ട്, ഓൻ അതൊക്കെ ഒഴിവാക്കിയത്. ഇന്ന് ഞാൻ പറഞ്ഞിട്ടാണ്, സാധനം കിട്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഓന് കൂലി കൊടുക്കുന്ന. അതാണ് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഭയങ്കര പെരുത്ത സന്തോഷം. തുറക്കുമ്പോഴുള്ള സന്തോഷം എന്താ, ഒരു നോമ്പ് പൂർത്തിയായി. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ്, ഒരു നോമ്പ് പൂർത്തിയായി എന്ന് മാത്രമല്ല, അപ്പൊ ചോദിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അർത്ഥം വെക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാലികുമുല്ലാഹു റബ്ബുക്കും. അല്ലാഹുവാണ് നിങ്ങളുടെ റബ്ബായ നാഥനായ അല്ലാഹുവാണവൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹില്ല. ഖാലിഖു കുല്ലി ശൈ, അവൻ സർവ്വ വസ്തുക്കളുടെയും സൃഷ്ടാവാണ്. ഫഅബ്ദൂ, അവന് മാത്രം ആരാധിക്കണം. വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, അവൻ സർവ്വ കാര്യങ്ങളെയും ഏറ്റെടുത്ത് നിർവഹിക്കുന്നവനാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ, ഒരു കണ്ണുകളും അവനെ പ്രാപിക്കുകയില്ല, കാണുകയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, സർവ്വ കണ്ണുകളും സർവ്വ കണ്ണുകളെയും അവൻ പ്രാപിക്കുന്നു, കാണുന്നു. വഹുവൽ ലത്തീഫുൽ ഖബീർ, അതീവ രഹസ്യങ്ങൾ അറിയുന്നവനാണ് അവൻ, അതുപോലെ സൂക്ഷ്മജ്ഞാനിയുമാകുന്നു അവൻ. ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും, തീർച്ചയായിട്ടും നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുള്ള തെളിവുകൾ വന്നിരിക്കുന്നു. ഫമൻ അബ്സറ ഫലിനഫ്സി, ഉൾക്കാഴ്ചയോടുകൂടെ ആരത് കണ്ടുവോ സ്വീകരിച്ചുവോ അതിന്റെ ഫലം അവനിക്ക് തന്നെയാണ്. വമൻ അമിയ ഫഅലൈഹാ, അത് കാണാത്തവൻ, അന്ധത നടിച്ചവൻ, അതിന്റെ ഫലവും അവനിക്ക് തന്നെയാണ്. വമാ അന അലൈക്കും ബിഹഫീർ, ഞാൻ നിങ്ങളുടെ മേലിൽ കാത്തു സൂക്ഷിക്കേണ്ട ചുമതലയുള്ള ആളല്ല. വകദാലിക നുസർറിഫുൽ ആയാത്, അപ്രകാരം തെളിവുകളെ, ദൃഷ്ടാന്തങ്ങളെ, വചനങ്ങളെ നാം വിശദീകരിച്ചു തരുന്നു. വലിയ ഖൂലൂ ദറസ്ത, അങ്ങ് പഠിച്ചു എന്ന് പറയുന്നു എന്നവർ പറയും. അതിനു വേണ്ടി തന്നെയാണ് വലിനുബയ്യിനഹു ലിഖൗമി യഅലമൂൻ, അറിവുള്ള ഒരു വിഭാഗത്തിന് നാം അതിനെ വിശദീകരിക്കാനും അവർക്ക് വ്യക്തമാക്കി കൊടുക്കാനും, താങ്കൾ പഠിച്ചു വന്നു എന്ന് ചിലർ പറയാനും, അതിനൊക്കെ തന്നെയാണ് ഈ ആയത്തുകളെ നാം താങ്കൾക്ക് വിശദീകരിച്ചു തരുന്നത്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون صدق الله العلي العظيم